ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഐഡന്റിറ്റി കേരളത്തിൽ അങ്ങോളം തിയേറ്ററിൽ റിലീസാവുകയാണ്. ഞങ്ങളുടെ ആദ്യത്തെ ഫസ്റ്റ് ഷോ വനിതാ വേദിയിൽ കൂട്ടി പ്രേക്ഷകർക്കൊപ്പം കാണാൻ സാധിച്ചു. ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള റെസ്പോൺസും റിയാക്ഷൻസും ഒക്കെയാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. സോ അതിൻ്റെ ഒരുപാട് സന്തോഷമാണ്. ഐഡന്റിറ്റിയെ സംബന്ധിച്ചിടത്തോളം രാഗം മൂവീസിനുമായിട്ടുള്ള രാജു വലുത്തും കോൺഫിഡൻറ്റ് ഗ്രൂപ്പിനെ ഡോക്ടർ CJ റോയ് സാറും ചേർന്ന് നിർമ്മിച്ച് ഗോകുലം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു നമ്മൾ ക്രൂവിനെ സംബന്ധിച്ചിടത്തോളം ഓൾമോസ്റ്റ് ഒരു വർഷത്തിനിടയ്ക്ക് ഒരു 133 ദിവസം ഒരു 5 സംസ്ഥാനങ്ങളിൽ ഡിഫറെൻറ്റ് അറേഞ്ചിൽ ഷൂട്ട് ചെയ്തൊരു സിനിമയാണ്. അപ്പോൾ അതിൽ നിങ്ങൾ സിനിമ കണ്ടപ്പോൾ അറിയാം, അതിൻ്റെ സെക്കൻഡ് ഹാഫിലൊക്കെ ഒരുപാട് വലിയ സെറ്റ് വർക്കുകളും സിനിമയുടെ ഒരു 90% സെറ്റുകളിലാണ് സിനിമ നടക്കുന്നത്. സോ അപ്പോൾ അങ്ങനെ ഒരു എഫേർട്ട് എടുത്ത് വിഷ്വലി ഒരു പ്രോപ്പർ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് പറയുന്ന താല്പര്യത്തിൽ ഒരു വലിയ ക്രൂ കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്ത ഒരു സിനിമയാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരുടെയും ഇപ്പം നിങ്ങളെ അഭിമുഖീകരിക്കുമ്പോഴുള്ള സന്തോഷം തിയേറ്ററിൽ വാച്ചാണ്, നിങ്ങൾ തിയേറ്ററിൽ പോയി കാണാനുള്ള സിനിമയുണ്ട് എന്ന് പറയുന്ന റെസ്പോൺസ് അവിടുന്ന് ഇവിടുന്ന് എല്ലാ സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ്. സോ ആ ഒരു സന്തോഷത്തിൽ നിങ്ങളെ അഭിമുഖീകരിക്കുന്ന സമയത്ത് ഒരുപാട് സന്തോഷം. പിന്നെ തീർച്ചയായും നിങ്ങളാണ് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ എന്താണ്, അവരെന്താണ് പറയുന്നത് എന്ന് പറയുന്നത് കൂടുതൽ മറ്റുള്ളവരിലോട്ട് എത്തിക്കാനും കൂടുതൽ സിനിമ സ്പ്രെഡ് ചെയ്യാനും ഞങ്ങളെ സഹായിക്കുന്നത്. സോ അതുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് സന്തോഷത്തോടെ ഒരുപാട് അഭിമാനത്തോടെ ഐഡന്റിറ്റി ടീം നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈ പറഞ്ഞതുപോലെ ഐഡന്റിറ്റി റിലീസായിട്ടുണ്ട്. വളരെ മികച്ച അഭിപ്രായങ്ങൾ നമുക്ക് എല്ലാവർക്കും കിട്ടുന്നുണ്ട്. നമ്മൾ പ്രോമിസ് ചെയ്ത ക്വാളിറ്റി ഉണ്ട് എന്ന് ആളുകൾ പറയുന്നത് കേൾക്കുമ്പോൾ വലിയ സന്തോഷം. നമ്മളെടുത്ത എഫേർട്ട് വേസ്റ്റ് ആവുന്നില്ല എന്ന് പറയുന്നതിൽ വലിയ സന്തോഷം. അപ്പം എനിക്ക് കൊണ്ട് നിങ്ങളൊക്കെ സിനിമകളിലുള്ളതാണെങ്കിൽ നിങ്ങളിൽ നിന്നും എനിക്ക് അറിയാൻ താല്പര്യമുണ്ട്. നമുക്കത് ചർച്ച ചെയ്യാം. எல்லாருக்கும் வணக்கம். ஒரு வருஷத்துக்கு அப்புறம் இன்னைக்கு நம்மளோட ஃபைனல் டெஸ்ட் இன்னைக்கு படம் பார்த்தேன். ரொம்ப என்ஜாய் பண்ணேன். கங்க்ராச்சுலேஷன்ஸ் அகில், அனாஸ், அகில் ஜார்ஜ் அண்ட் ஹீரோ த ஃபிலிம் டோரி. ஐ மீன் அகில் எனக்கு வந்து ஸ்டோரி சொல்லும் போதே எனக்கு தெரியும் அந்த ஸ்டோரி பிரமாணமாக இருந்துச்சு. அண்ட் அதுக்கு நான் டோரி மீட் பண்ணேன். அண்ட் இஸ் சச் அ ஃபைன் ஆக்டர். அகில் ஜார்ஜ், சமன், ஜிக்ஸ், விஜய், அனீஸ் நாரோடிவில், you guys have done a fantastic job. To the rest of this cast, Archana, Gopika, Shami Thirikan sir, Aju Vargi sir, I had a wonderful time. And இன்னைக்கு படம் பார்க்கும்போது இந்த லெவலில் நீங்கள் ஒரு படம் எடுத்திருக்கீங்கன்னு I feel very proud to be a part of this project and also sad இந்த ப்ராஜெக்ட் முடிஞ்சிருக்கு. And I will not be seeing my friends for some time. But I wish you all the best and success all the time. Thank you. First of all, thank you. Thanks for coming. And ഞാൻ പടത്തിൻ്റെ പ്രൊഡക്ഷൻ ഡിസൈനറാണ്, പേര് അനീസ് നാരോടി. ആൻഡ് സിനിമയുടെ ടീസർ മുതൽ ടീസർ റിലീസ്, ടീസർ ട്രെയിലർ എല്ലാത്തിൻ്റെയും റിലീസിൻ്റെ സമയത്തെല്ലാം നമുക്ക് കിട്ടിയിരിക്കുന്ന റെസ്പോൺസ് ഉണ്ട്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഒരു ക്യൂരിയോസിറ്റിയും ഒക്കെ റിലീസിങ് ഡേയിലും എല്ലാവരും നമുക്ക് തന്നിട്ടുണ്ട്, റിപ്ലൈ തന്നിട്ടുണ്ട്, വിളിച്ചുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾ. സോ നേരത്തെ ഡയറക്ടർ പറഞ്ഞ പോലെ we all trust you, the media, spread the word, we have a discussion. Thank you. Hello everyone, എൻ്റെ പേര് ഗായത്രി എന്നാണ്. ഞാൻ പടത്തിൻ്റെ കോസ്റ്റ്യൂം ഡിസൈനറാണ്. ആൻഡ് we have all worked almost a year. നമ്മുടെ എല്ലാവരുടെയും ഒരു വർഷം നമ്മൾ ഇതിനകത്ത് നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. And I think the results are out now, and I think we all are getting nalla responses for this, and I wish that this response keep going up and up. Thank you so much. ഞാൻ ആക്ച്വലി ജോർജ് പടത്തിൻ്റെ DOP ആണ്. ഒറ്റക്കാരും അത്യാവശ്യം നല്ല എഫേർട്ട് ഇട്ടിട്ടാണ് ഈ പടം ചെയ്തിരിക്കുന്നത്. ഇതൊരു വൻ വിജയമായി മാറണമെന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമസ്കാരം. ഇതിലൊക്കെ പറഞ്ഞ പോലെ വളരെയധികം എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ ഈ സാധനം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ സിനിമയുടെ ഇതിനകത്ത് പറയുന്ന സബ്ജക്ട് മാറ്ററിനെ കുറിച്ച് തന്നെ ഞാനൊരു ചർച്ച ചെയ്ത് തുടങ്ങുന്ന കാലം തൊട്ട് തന്നെ
രസമുള്ളൊരു പ്രോജക്റ്റാണ് എന്നറിയാമായിരുന്നു. അത് തന്നെയായിരുന്നു നമുക്ക് ഒരു പേഴ്സണലായി ഇപ്പോൾ അത് ഫൈനലി ഷേപ്പ് ഔട്ട് ചെയ്ത് വന്നതിന് ശേഷം റെസ്പോൺസിബിൾ കിട്ടുന്ന സമയത്ത് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നിങ്ങൾ ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു ഫോർ കമ്മിങ്. ഇതെല്ലാവരും പറഞ്ഞ പോലെയൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളത്, ഇത്രയും ടെക്നിക്കലി വെച്ച് ബ്രില്യൻ ക്രൂവിലൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് ഒരുപാട് സന്തോഷം. ഇത്രയും ബ്രില്യൻ പെർഫോമേഴ്സിലൂടെ ആക്ടേഴ്സിലൂടെ പെർഫോം ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഇനി ഓരോ വർഷത്തോളം നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്തൊരു പ്രോജക്റ്റാണ്. സോ അതിൻ്റെ റിസൾട്ട് ഇങ്ങനെ കണ്ടപ്പം ഇറ്റ് വാസ് വെരി നൈസ്. ഭയങ്കര ഓവർവെൽഡ് ആയിരുന്നു. ഇനി എല്ലാം നിങ്ങളുടെ കയ്യിലായിരിക്കുന്നത്. അപ്പം എല്ലാവരും തിയേറ്ററിൽ പോയി ഐഡന്റിറ്റി കാണാൻ സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു. Hello, thank you for coming. Identity is my film after 10 years, and I'm really proud to say that I'm doing Identity as my comeback film. അനുഷ്കാനും അഖിലിനെ അറിയാവുന്നവർക്ക് അറിയാം that അവര് nerds ആണ്. അവരിരുന്ന് എന്തൊക്കെയോ പഠിച്ച് കൂട്ടി like the amount of studies they do, research they do on subjects and topics that normal human beings don't get into is crazy. And അത് സ്ക്രിപ്റ്റ് ആക്കുക, ആ സ്ക്രിപ്റ്റ് വിഷ്വലൈസ് ചെയ്യുക, അതിനെ എൻഡ് റിസൾട്ട് വരെ ഇത്രയും വണ്ടർഫുൾ ടീം. ആൻഡ് ഐ ഹാവ് സീൻ ദം വർക്ക് റിയലി റിയലി ഹാർഡ്. And I would like to say thank you for making me part of the film, and please spread the word. Thank you. ടെക്നീഷ്യൻസുമായിട്ട് സംസാരിച്ചു. ഇവിടെ ഇല്ലാത്ത കുറച്ച് പേരുടെ പേരോട് നമ്മൾ തീർച്ചയായും പരാമർശിക്കുന്നുണ്ട്. അതിലൊന്നാണ് എഡിറ്റർ ചമൻ ചാക്കോ. ചമൻ്റെ ഇതൊരു നമ്മൾ കാണുമ്പോൾ അറിയാം, വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള കുറച്ച് നാരേറ്റീവുള്ള ഒരു സിനിമയാണ്. ആ സിനിമയെ വളരെ കൃത്യമായ ബേസിൽ വളരെ പ്രോപ്പറായിട്ട് പ്രസന്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു എഡിറ്ററിന് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. അതിൽ ചമൻ, അത് മാത്രമല്ല, നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുള്ള ടീസർ ആണെങ്കിലും ട്രെയിലർ ആണെങ്കിലും ഒക്കെ ചമൻ്റെ ഒരു കഴിവിൻ്റെ ഒരു ഡിസ്പ്ലേ കൂടിയാണ് ചമൻ ചാക്കോയുണ്ട്. അതുപോലെ തന്നെ നമുക്കിപ്പം വളരെയധികം റെസ്പോൺസ് കിട്ടുന്ന ഒന്നാണ് മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് ജെയ്ക്സ് ബിജോയുടെ വൺ ഓഫ് ദി റീസെന്റ് ബെസ്റ്റ് വർക്കാണ്. പ്രത്യേകിച്ച് അതിന്റെ സെക്കൻഡ് ഹാഫിൽ ആ ഒരു മൂഡ് എലിവേറ്റ് ചെയ്ത് നിർത്തുക, പ്രത്യേകിച്ച് ടെൻഷൻ അവസാനത്തിൽ 40 മിനിറ്റിനെ പറ്റി ആളുകൾ പറയുമ്പോൾ അതിലെ ആക്ഷൻ ബ്ലോക്ക് ആണെങ്കിലും ഫ്ലൈറ്റിലെ സീക്വൻസ് ആളുകളാണെങ്കിലും ടെൻഷൻ നിലനിർത്താൻ ജെയ്ക്സ് ബിജോയുടെ മ്യൂസിക് വളരെയധികം നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സൗണ്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള രാധാകൃഷ്ണൻ സാർ, സച്ചിൻ സിംഗ് സിനിമ, ഇവരെല്ലാവരും ഈ സിനിമയുടെ ഒരു ടോട്ടൽ നമ്മളിപ്പോൾ കാണുന്ന ആ ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസിൽ ഭയങ്കരധികം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ടെക്നീഷ്യൻസ് ആണ്. പിന്നെ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഈ സിനിമയുടെ ടെക്നീഷ്യൻ എന്ന് പറയുന്നത് ഓഫ്കോഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ക്ലൈമാക്സിലെ പ്രൈവറ്റ് ജെറ്റ് ചെയ്തിട്ടുള്ള യാനിക് ബെൻ ആണ്. യാനിക് ബെൻ എന്ന് പറയുന്ന ഒരു ആക്ഷൻ ഡയറക്ടർ ഈ സിനിമയുടെ ഭാഗമാകാൻ കാണിച്ചൊരു താല്പര്യം, അത് ഒരു പ്രൈവറ്റ് ജെറ്റിൽ നമുക്കൊരു ക്ലൈമാക്സിൽ ഒരു ആക്ഷൻ സീക്വൻസ് ഉണ്ട്. അതിൽ ടർബുലൻസിന്റെ പോർഷൻസ് വരുന്നു. സോ ഹൈഡ്രോളിക്സ് ഇൻവോൾവ് ആവണം, മുംബൈയിലുള്ള ടെക്നീഷ്യൻസ് വരണം. ഒരു വലിയ സെറ്റിനെ ഹൈഡ്രോളിക്സിൽ വെച്ചതിന് ശേഷം ആ സെറ്റ് റൊട്ടേറ്റ് ചെയ്യും, അതിനുള്ള ആക്ടേഴ്സിനെ വെച്ച് സ്റ്റണ്ട് പെർഫോം ചെയ്യും. പലപ്പോഴും മിഡ് എയറിലൊക്കെ നമ്മൾ ആ സീക്വൻസ് ചെയ്യുക എന്ന് പറയുന്നത് പ്രോപ്പറായി ടെക്നിക്കൽ നോഹോ ഉള്ള ഒരു ആക്ഷൻ ഡയറക്ടറെ കൊണ്ട് മാത്രം എഫക്റ്റീവ്ലി ചെയ്തില്ലെങ്കിൽ തീർത്തും വർക്കൗട്ട് ആവില്ല എന്ന് പറയുന്ന ഭയങ്കര ഓവർ അംബീഷ്യസ് ആയ ഞങ്ങളുടെ ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹം പ്രോപ്പറായി എക്സിക്യൂട്ട് ചെയ്തു തന്ന യാനിക് ബെൻ എന്ന് പറഞ്ഞ ടെക്നീഷ്യനെയും ഈ അവസരത്തിൽ അദ്ദേഹത്തിലേക്ക് പോലും ഇവിടെ ഓർക്കുന്നു. അതുപോലെ തന്നെ ആ സിനിമയുടെ പലരും നമ്മളോട് ചോദിക്കുന്നത് എവിടെയാണ് ഷൂട്ട് ചെയ്തത്, എങ്ങനെയാണ് എന്ന് ചോദിക്കുന്ന സമയത്ത് തീർച്ചയായും നമ്മൾ പുറത്തൊരു സ്റ്റുഡിയോയിലോ വേറെ എവിടെയോ പോയി ചെയ്തതല്ല. നമ്മളോട് തൃശ്ശൂർ സെറ്റിട്ട് ചെയ്ത സാബി മിശ്ര എന്ന് പറയുന്ന ഒരു ടെക്നീഷ്യൻ ഉണ്ട്. അദ്ദേഹമാണ് നമ്മുടെ കില്ലിന്റെ ഒക്കെ സെറ്റുകൾ ബാക്കിയൊക്കെ എടുത്ത ഒരു ടീമാണ്. അപ്പൊ അവരാണ് നമുക്ക് ആ പ്രൈവറ്റ് ജെറ്റിന്റെയും പേഴ്സണൽ ഫ്ലൈറ്റിന്റെ സെറ്റുകൾ ഇട്ടത്. അപ്പൊ അത് ബോംബെ പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് അവർക്കൊരു വലിയൊരു സെറ്റപ്പ് അവിടെ ഉണ്ടാക്കി മുഴുവൻ ഫ്ലൈറ്റിന്റെയും പ്രൈവറ്റ് ജെറ്റിന്റെയും സെറ്റ് അവിടെ ഉണ്ടാക്കി അസംബിൾ ചെയ്ത് ചെക്ക് ചെയ്തതിനു ശേഷം ഡിസ്മാൻഡിൽ ചെയ്ത് കണ്ടെയ്നറുകളിലാക്കി കേരളത്തിൽ കൊണ്ടുവന്ന് വീണ്ടും ഇവിടെ അസംബിൾ ചെയ്യാനൊക്കെ പറയുന്ന ഒരു ലോജിസ്റ്റിക് വേസ് ആണെങ്കിലും പ്രൊഡക്ഷൻ സൈഡ് ആണെങ്കിലും ഒരു വലിയ തീരുമാനമാണ് ഈ സിനിമയുടെ അവസാനത്തെ ഒരു 40 മിനിറ്റ് ഇപ്പൊ കാണുന്ന ഒരു വിഷ്വൽ സൈഡിലൂടെ നമ്മൾ എത്തിക്കാൻ തീരുമാനിച്ചത്. തീർച്ചയായിട്ടും പ്രൊഡക്ഷൻ സൈഡിൽ നിന്നാണെങ്കിലും നമ്മൾ ഇത്രയും അംബീഷ്യസ് ആയ ഒരു കണ്ടന്റ് അവസാനത്തെ 40 മിനിറ്റ് നമ്മൾ ഫുൾ ഓഫ് ചെയ്യുമ്പോൾ അതിനകത്ത് ഒരുപാട് പെർമിഷൻസ് വേണം. നമുക്ക് ATC ഒന്നും ഷൂട്ട് ചെയ്യാൻ പെർമിഷൻ ഇല്ല, നമുക്ക് റൺവേകൾ ഷൂട്ട് ചെയ്യാൻ പെർമിഷൻ ഇല്ല. സോ ഇതൊക്കെ അച്ചീവ് ചെയ്യാൻ ഒരു വലിയൊരു നിങ്ങളിപ്പോ കാണുന്നതല്ലാത്ത ഒരു പ്രൊഡക്ഷൻ വലിയൊരു ഇൻഫ്രാസ്ട്രക്ചറിന്റെ സെറ്റപ്പും അത് കോർഡിനേറ്റ് ചെയ്യാൻ തീർച്ചയായും രാഗം മൂവീസിന്റെ രാജു സാറും അതുപോലെ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ CJ റോയും പിന്നെ ഈ ബോംബെയിലെ ഒരു പറ്റം ടെക്നീഷ്യൻസും കൂടെ നമ്മൾ ഈ കാണുന്ന എല്ലാവരും നിൽക്കുന്നതിന്റെ ഫലമായിട്ടാണ്
തീർച്ചയായും മലയാളത്തിൽ ഇതുവരെ വരാത്ത, ഞാൻ പറഞ്ഞപ്പോൾ ഉദ്ദേശിച്ചതാണ് ലിറ്ററലി അങ്ങനെ ഒരു കഥാപശ്ചാത്തലത്തിൽ ഒരു സിനിമ പറഞ്ഞിട്ടില്ല. കാരണം ഇത് ഷൂട്ട് ചെയ്യാൻ നമുക്ക് ഈ റൺവേകളിലും എയർപോർട്ടുകളിലൊക്കെ പലപ്പോഴും നമുക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പ്രത്യേകിച്ച് നമ്മൾ 100-150 പേരുടെ ഒരു ക്രൂവിനെ വെച്ചും ജിബുകൾ ഉപയോഗിച്ച് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. സോ അത് അച്ചീവ് ചെയ്തെടുക്കാൻ നമ്മുടെ കൂടെ നിന്നിട്ടുള്ള ഈ പറയുന്ന എല്ലാ ടെക്നീഷ്യൻസിനെയും ഇപ്പൊ ഈ സിനിമയ്ക്ക് കിട്ടുന്ന നല്ല അഭിപ്രായങ്ങൾ അവരുടെ ഓരോരുത്തരുടെയും കൂടെയാണ്. അവരെ ഈ അവസരത്തിൽ വളരെ സന്തോഷത്തോടെ ഓർക്കുന്നു. താങ്ക് യു. ഭയങ്കരമായിട്ടുള്ള കോമ്പറ്റീഷൻ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഞായറാഴ്ച കമ്പയർ ചെയ്യുന്നത് 5-ാം പാർട്ടിയുടെ എത്ര വരുമോ, അല്ലെങ്കിൽ ഫോറൻസിക്കിന്റെ എത്ര വരുമോ, അല്ലെങ്കിൽ പഴയ പോലെ മെമ്മറീസിന്റെ ടൈപ്പ് ആണോ, അല്ലെങ്കിൽ ഇതിലൊന്നും പെടാത്തതിന് നമ്മൾ ഡീസന്റ് ത്രില്ലർ എന്നൊക്കെ പറയാറ്. ഇപ്പൊ ഇത് കാണാത്ത പ്രേക്ഷകരോട് ഇതിൽ ഏത് ടൈപ്പ് എന്ന് പറഞ്ഞാൽ കാണാത്ത പ്രേക്ഷകരോട് കണ്ടു നോക്കുന്ന പറയാം. അല്ലാണ്ട് വേറെ ഏതെങ്കിലും സിനിമ പോലത്തെ സിനിമയാണെന്ന് പറയാൻ എനിക്കറിയില്ല. ഞാൻ അങ്ങനെ സിനിമകളെ തമ്മിൽ കമ്പയർ ചെയ്തിട്ടല്ല ഞാൻ ഓരോ സിനിമയും ആസ്വദിക്കുന്നത്. ഞാൻ ഏത് സിനിമയാണെങ്കിലും ആ സിനിമയെ ആണ് ആസ്വദിക്കുന്നത്. മറ്റേതുപോലെയാണോ മറിച്ചതുപോലെയാണോ എന്ന് വെച്ചിട്ട് നമ്മൾ ആസ്വദിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമ ആസ്വദിക്കാൻ പറ്റാൻ പോകും. മറ്റു സിനിമയിലെ പോലെയാണോ അതാണോ ഇതാണോ നല്ലതെന്നുള്ള എനിക്ക് പൊതുവെ അങ്ങനത്തെ കമ്പാരിസൺസ്, അത് സിനിമകൾ തമ്മിലാണെങ്കിലും മനുഷ്യന്മാർ തമ്മിലാണെങ്കിലും അങ്ങനെ കമ്പാരിസൺസ് അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളല്ല ഞാൻ. അതിനേക്കാളും ഞാൻ പ്രിഫർ ചെയ്യുക ഈ സിനിമ എന്താണോ അതിന് ആ രീതിയിൽ കാണുക, മറ്റെല്ലാ സിനിമകളെയും അതെന്താണോ അത് എന്നുള്ള അതിന്റെ രീതിയിലാണ് ഞാൻ. അല്ലാതെ വേറെ ഒന്നും കമ്പനികളിലല്ല ഞാൻ സിനിമകൾ തന്നെ. ഈ പറഞ്ഞ സിനിമകളൊക്കെ ഇവിടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട സിനിമകളാണ്. അതേപോലെ ഈ സിനിമ പ്രേക്ഷകർക്ക് ഈ സിനിമയായിട്ട് കാണുമ്പോൾ ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു. അതേപോലെ തന്നെ ഈ ജനുവരി കാണാൻ ത്രില്ലർ ഫിലിമാണ് കൂടുതലായിട്ട് വരുന്നത്. ഇനി ആസിഫലിന്റെ പടം വരാനുണ്ട്, ബേസിലിന്റെ പടം വരാനുണ്ട്. ഇതൊക്കെ അപ്പൊ ഈ മാസത്തിൽ തന്നെ ഇത് ചൂസ് ചെയ്യാനുള്ള കാരണം അത് പിന്നീട് അറിയാവുന്നതല്ലേ? അങ്ങനെ അതൊരു കോമ്പറ്റീഷൻ ആണെന്ന് വിചാരിക്കുന്നത്. മനസ്സിലായില്ല. അതായത് ഈ മാസത്തിൽ തന്നെ ഇത് റിലീസ് ആവാനുള്ള കാരണം എന്താണ്? കാരണം മമ്മൂക്കയുടെ പടം ത്രില്ലർ ഫിലിമായിട്ട് റിലീസ് ഡേറ്റ് ജനുവരി 2-ാം തീയതി ആയതുകൊണ്ട് ഇത് മാസത്തിൽ റിലീസായി എന്നുള്ളതല്ലാതെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഈ സിനിമയുടെ കാര്യങ്ങളെ എനിക്ക് അങ്ങനെ ആധികാരികമായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഈ സിനിമയ്ക്ക് ഇതിന്റെ പ്രൊഡ്യൂസറും ഡിസ്ട്രിബ്യൂട്ടറും ഇതിന്റെ ഡയറക്ടറും ഒക്കെ ചർച്ച ചെയ്തിട്ട് ഈ ദിവസമാണ് നല്ലതെന്ന് തോന്നിയത് കാരണം ഈ സിനിമ ഇന്നത്തെ റിലീസായി. അത് അല്ലാതെ അതിനപ്പുറത്തേക്ക് നമുക്ക് ബാക്കിയുള്ള എന്തോരം കാര്യങ്ങൾ ചിന്തിക്കണം ഒരു സിനിമ റിലീസ് ആവാൻ എന്ന് എനിക്കറിയില്ല. ടോവിനോ, ലോ ആൻഡ് ഓർഡർ പടങ്ങൾ എപ്പോഴും ഒരു അട്രാക്റ്റഡ് ആയി തോന്നുന്നുണ്ടോ? ഒരു പോലീസ് വേഷം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ക്രൈം റിലേറ്റ് ചെയ്ത കഥാപാത്രം ചെയ്യുമ്പോൾ പ്രത്യേക ഒരു എന്താ പറയുക അട്രാക്ഷൻ ഫീൽ ചെയ്തിട്ടുണ്ടോ പലപ്പോഴും? അങ്ങനത്തെ ചിത്രങ്ങളാണോ ഇച്ചിരി കൂടെ? എനിക്ക് പൊതുവെ എല്ലാതരം സിനിമകൾ ചെയ്യണം, പലതരം സിനിമകൾ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇൻവെസ്റ്റിഗേഷൻ സിനിമകൾ ഇഷ്ടമാണ്, അല്ലാതെ കുറച്ച് ഇപ്പോൾ പീരിയഡ് സിനിമകൾ എനിക്ക് ഇഷ്ടമാണ്, അല്ലെങ്കിൽ റോം കോംസ് ഇഷ്ടമാണ്, എല്ലാതരം സിനിമകളും ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ചെയ്തിട്ടില്ലാത്ത ജോണറിലുള്ള സിനിമകൾ തുടർന്ന് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതല്ലാതെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടൈപ്പ് മാത്രം അങ്ങനെ അത് എനിക്കും അത് ഭയങ്കര റിപ്പീറ്റീവായിട്ട് വന്നേക്കാം. ഞാൻ ഒരേ തരം സിനിമകൾ തന്നെ നിരന്തരമായിട്ട് ചെയ്താൽ അപ്പോൾ പലതരം സിനിമകളുടെ ഭാഗമാവുക, പലതരം കഥാപാത്രങ്ങൾ ചെയ്യുക, നമ്മുടെ കഴിവിന്റെ പരമാവധി അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതല്ലാതെ ഏതെങ്കിലും ഒരെണ്ണത്തിൽ പെർട്ടിക്കുലർലി എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഇഷ്ടമോ ഇഷ്ടക്കേടോ ഇല്ല. ഞാൻ സിനിമ എന്ന് പറയുന്നത് മാധ്യമം നമുക്ക് ഓഫർ ചെയ്യുന്നത് പലതരം കാഴ്ചകളാണ്. അപ്പോൾ ആ പലതരം കാഴ്ചകളിൽ ആകർഷണമായിട്ടാണ് ഞാൻ സിനിമ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത്. അപ്പോൾ എനിക്കും തുടർന്നും വർക്ക് ചെയ്യുന്ന സമയത്ത് പലതരം കാഴ്ചകൾ തന്നെയാണ് പ്രേക്ഷകർക്കും മുന്നിലേക്ക് സൃഷ്ടിച്ചു വെക്കാനായിട്ട് ഇങ്ങനെയുള്ള സംവിധായകരുടെയും നല്ല ക്രൂവിന്റെയും കാസ്റ്റിനെയും കൂടെ ശ്രമിക്കാനും സാധിക്കുക. കാണാത്ത കഥാഗതിയാണ് ഇതിന്റെ അവസാനം. ഇതിലെ കഥാഗതി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് കണ്ടിട്ട് പ്രേക്ഷകരാണ് ജഡ്ജ് ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ അത് മുൻകൂട്ടി പടം റിലീസ് ആവുന്നതിന് മുന്നേ തന്നെ അത് പറയുന്നത് ഒരു ബാഗേജ് ആണ്. ഇത് പറയുന്നതിന്റെ കൂട്ടത്തിൽ അൾട്ടിമേറ്റ്ലി നമ്മൾ ശ്രമിച്ചിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടി അത് കണ്ടു തീരുമാനിക്കുന്ന പ്രേക്ഷകരാണ് എന്തുകൂടെ ഞങ്ങൾ പറഞ്ഞിരുന്നു. ചോദ്യം കേട്ടില്ലയോ? അല്ല, ഇത് അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്കൊരു ബാഗേജ് ആയിട്ട് വരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ചോദിച്ചത്. അല്ല, ഞങ്ങൾ അപ്പൊ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ പ്രേക്ഷകരാണ് തന്നെ തീരുമാനിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ പിന്നെ അതിന്റെ ബാഗേജ് നമ്മൾ എടുക്കുന്നില്ല. നമുക്ക് കണ്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ടല്ല സിനിമകൾ എടുക്കുന്നത്. ഞാൻ അങ്ങനെ ആസ്വദിക്കുന്നത്, ഞങ്ങൾ അങ്ങനെ ആസ്വദിക്കുന്നത് മറ്റ് സിനിമകളാണ്. നമ്മൾ ചെയ്യുന്ന സിനിമകൾ നമുക്ക് അങ്ങനെ ഒരു പരിധി വിട്ട് ജഡ്ജ് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ ആസ്വദിക്കാനോ പറ്റില്ല. അൾട്ടിമേറ്റ്ലി പ്രേക്ഷകർ തന്നെയാണ് അതിനകത്ത് എന്റർടൈൻഡ് ആവുകയാണെങ്കിൽ അവർ തന്നെയാണ് അതിനെ വിലയിരുത്തേണ്ടത്. അത് എന്നും അങ്ങനെ തന്നെയാണല്ലോ. ഡയറക്ടറോടും ടോവിനോയോടാണ് ചോദിക്കുന്നത്. അപ്പം ഏറം പോലൊരു ചിത്രം ഇറങ്ങി അതിൻ്റെ പ്രിന്റ് ഇറങ്ങിയതിന് ശേഷം വലിയ ഇഷ്യൂസ് ആയത് ചെയ്തവരെ കണ്ടുപിടിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ ഇറങ്ങുന്നത് വെച്ചാൽ ഇപ്പോൾ ഇറങ്ങുന്ന ചിത്രങ്ങളുടെ HD പ്രിൻ്റാണ് ഇറങ്ങിയിരിക്കുന്നത്. ED പോലത്തെ ചിത്രം ഇറങ്ങി, അതിൻ്റെ HD ഇറങ്ങി, മാർക്കോഡ് HD ഇറങ്ങി.
അപ്പം ഈ സിനിമയ്ക്ക് എത്രത്തോളം പൈറസി പ്രൊട്ടക്റ്റഡ് ആണ്, എന്തൊക്കെ അതിന് ചെയ്യുന്നുണ്ട്? ഈ സിനിമയ്ക്ക് എന്നല്ല, ഏതൊരു സിനിമയ്ക്കാണെങ്കിലും പൈറസി എന്ന് പറയുന്ന ഒരു കാര്യം വർഷങ്ങളായിട്ട് സിനിമയ്ക്കകത്തുള്ളവർ അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം നമ്മൾ പ്രതിരോധിക്കാൻ ശ്രമിക്കും തോറും അത് എക്സ്പീരിയൻസിന്റെ ഇറക്കുന്നവർ അത് ഏതൊക്കെ രീതിയിലാണ് ഇറക്കുന്നതെന്ന് അറിയാം. അവർ നമ്മളെക്കാളും അല്ല, ഇത് പക്ക പറഞ്ഞ മാർക്കോടെയാണ് പോലും പക്ക HD ആണ്, ഫുൾ HD. നമ്മൾ എത്ര പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നു അതിനേക്കാളും മുകളിലാണ് ഇതൊക്കെ ഇറക്കുന്ന ആൾക്കാരുള്ളതെന്ന് തോന്നുന്നു. എനിക്കറിയില്ല, അല്ലെങ്കിൽ ഇത്രയും കാലത്തിനിടയിൽ ഇത്രയും പേര് ശ്രമിച്ചിട്ട് അതിനെന്തെങ്കിലും തടയാൻ പറ്റുന്നില്ലേ? അപ്പൊ ഇക്കാര്യത്തിൽ നമുക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്യുന്നുണ്ട്. എന്നിട്ടും ഈ ട്രെൻഡ് ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ അത് നമ്മളുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന കാര്യമല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. നമ്മൾ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കും ഇങ്ങനൊരു ട്രെൻഡ് പോകാതിരിക്കാനായിട്ട്. പക്ഷെ ഇത്രയും തിയേറ്ററുകളിലേക്ക് ഇത്രയും കണ്ടന്റുകൾ പോവുകയും ഇത്രയും ആളുകൾക്ക് അതിലേക്ക് ആക്സസ് ഉണ്ടാവുകയും ഇപ്പോൾ ഏറെമിലേക്ക് എന്ന് വെച്ചാൽ തിയേറ്ററിനകത്ത് ഇരുന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതാണ് പറയുന്നത്, ട്രൈപോഡൊക്കെ വെച്ചുകൊണ്ട്. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഒരു സമയത്ത് നമുക്ക് ഓരോ തിയേറ്ററിലും ചെന്ന് അത് നോക്കാൻ പറ്റിയെന്ന് വരില്ല. അത് പലപ്പോഴും നമ്മളുടെയൊക്കെ തനിക്ക് പുറത്തു നിൽക്കുന്നൊരു കാര്യമായി മാറിയിരിക്കുന്നു ഈ പൈറസി പുറത്ത് വരാതിരിക്കുക എന്നുള്ള കാര്യം. അതിന് ഒരു സൊല്യൂഷനേ ഉള്ളൂ, അത് എളുപ്പമാണ്, നല്ല സൊല്യൂഷനാണ്. അങ്ങനത്തെ പൈറേറ്റഡ് കോപ്പീസ് പ്രേക്ഷകർ കാണാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് കാര്യം. തിയേറ്ററിലുള്ള ഒരു സിനിമ അതല്ലെങ്കിൽ അതിന്റെ നമ്മൾ TV ചാനലിലും OTT പ്ലാറ്റ്ഫോമിലും ഒക്കെ ആയിട്ട് ഇപ്പൊ തിയേറ്ററിൽ കാണാനായിട്ട് സാധിക്കാത്ത ആൾക്കാരുണ്ടാവാം. അവർക്ക് ഇങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് OTT വഴിയാണെങ്കിലും ചാനൽ വഴിയൊക്കെ ആണെങ്കിലും ഈ സിനിമ കാണാനായിട്ട് ഓപ്ഷൻസ് ഉണ്ട്. ഈ സിനിമ ഏത് സിനിമയും ഒരു സിനിമ നിങ്ങൾക്ക് കാണണ്ട എന്നുണ്ടെങ്കിൽ കാണാതിരിക്കും, അത് ആ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ പൈറേറ്റഡ് കോപ്പി കാണുന്നത് മോഷണം മുതൽ ഉപയോഗിക്കുന്നത് പോലെയുള്ള ഒരു കാര്യമാണ് എന്നുള്ളൊരു തിരിച്ചറിവ് പ്രേക്ഷകർക്ക് ഇതിനോടകം തന്നെ ഉണ്ടാവേണ്ടതാണ്. അങ്ങനെ ഉണ്ടാവുകയും പ്രേക്ഷകർ അത് കാണാതിരിക്കുകയും ചെയ്താൽ ഇത് വളരെ എളുപ്പത്തിൽ തീരുന്നത്. അല്ലാതെ നമ്മൾ സിനിമയ്ക്കകത്തുള്ളവരോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഏജൻസീസോ അല്ലെങ്കിൽ പോലീസോ പോലും ശ്രമിച്ച് അല്ലെങ്കിൽ അങ്ങനെ ഇപ്പൊ സൈബർ ക്രൈമാണ് ഇത് നമ്മൾ ശ്രമിച്ചിട്ട് നമ്മുടെ പിടിയിൽ നിൽക്കുന്നില്ല. ഇത്രയും സിനിമകൾ ഇറങ്ങുന്നു, ഇത്രയും ആളുകൾ അത് കാണാൻ പോകുന്നു, തിയേറ്ററിലേക്ക് വരുന്ന ഓരോരുത്തരെയും ക്യാമറ കൊണ്ടോ മൊബൈൽ ഫോൺ പിടിച്ചു വെച്ചോ അങ്ങനെയൊന്നും തിയേറ്ററിൽ കയറ്റാൻ പറ്റില്ല. പക്ഷേ ഞാൻ ചോദിക്കാന്നല്ല, കാരണം ഇപ്പോൾ തിയേറ്റർ പ്രിന്റ് ഓക്കെ ഇറ്റ്സ് ഫൈൻ, തിയേറ്ററിൽ നിന്ന് ഷൂട്ട് ചെയ്യുന്നതാവാം. ഇതേപോലത്തെ HD ഇറക്കണമെന്നുണ്ടെങ്കിൽ സിനിമയ്ക്കകത്ത് നിന്ന് തന്നെ അതെനിക്കറിയില്ല, അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ഈ സിനിമയുടെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്നാലും ഒരു സിനിമയുടെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ അത് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ ഇപ്പൊ നമ്മുടെ ഈ കേസിന്റെ ഭാഗമൊക്കെ ആയിട്ട് നമ്മൾ അറിഞ്ഞതെന്ന് വെച്ചാൽ പല തിയേറ്ററിൽ നിന്ന് ഒരേ സമയത്ത് ഈ സിനിമ ഷൂട്ട് ചെയ്തിട്ട് അത് AI വെച്ച് എൻഹാൻസ് ചെയ്തിട്ട് HD പ്രിന്റാക്കി ഇറക്കുന്ന ഒരു സംവിധാനം ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതൊന്നും തടയാനുള്ള സംവിധാനം എന്തായാലും സിനിമയ്ക്കകത്തുള്ള ആൾക്കാരെ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അത് തടഞ്ഞേനെ. പക്ഷേ ഇതിപ്പോ ഏതെങ്കിലും ഒരു സിനിമയ്ക്കകത്ത് തന്നെയുള്ള അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ ഭാഗത്തുനിന്നോ അങ്ങനെയൊക്കെ ഒരു HD പ്രിന്റ് ലീക്ക് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അതിഭീകരമായിട്ട് ഉള്ള ഒരു മിസ്റ്റേക്കാണ്. അത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഭയങ്കരമായിട്ടുള്ള നടപടികളിലേക്ക് പോകേണ്ടതാണ്. പക്ഷെ അതുപോലും നമുക്ക് വേണമെങ്കിൽ അവരുടെ ഈ പറഞ്ഞ പോലെ ഈ മോഷണം മുതൽ ഉപയോഗിക്കില്ല എന്ന് നമ്മൾ തീരുമാനിച്ചത്. ഞാൻ നിങ്ങളെപ്പോലെ തന്നെ ഒരു പ്രേക്ഷകനാണ്. ഞാൻ പരമാവധി സിനിമകൾ തിയേറ്ററിലും അല്ലെങ്കിൽ TV-യിലോ അല്ലെങ്കിൽ OTT-യിലോ ഒക്കെ ആയിട്ട് കാണുന്ന ആളാണ്. പൈറേറ്റഡ് കോപ്പിയൊക്കെ വിവരമില്ലാത്ത പ്രായത്തിൽ കണ്ടിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ ഞാൻ ജനിച്ചു വീണപ്പോൾ മുതൽ ഞാൻ തിയേറ്ററിൽ മാത്രം സിനിമകൾ കണ്ടിട്ടുള്ളതാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ സിനിമയിൽ വരുന്നതിന് മുമ്പേ തന്നെ ഇതിനകത്തൊരു എത്തിക്സ് ഇല്ലായ്മ ഉണ്ട് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം അപ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് തന്നു. നമുക്ക് സിനിമയിലാണെങ്കിലും TV-യിലാണെങ്കിലും തിയേറ്ററിലാണെങ്കിലും ഒക്കെ സിനിമ കാണാനുള്ള ഓപ്ഷനുള്ളപ്പോൾ ഒരു സിനിമയുടെ പിന്നണി പ്രവർത്തകരെല്ലാവരും ഇത്രയും പൈസയും മുടക്കി ഇങ്ങനെ ഇത്രയും ഇപ്പോൾ നമുക്ക് തിയേറ്ററുകളിൽ പോലും നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ക്വാളിറ്റിയിൽ നമുക്ക് പലപ്പോഴും 8K ഷൂട്ട് ചെയ്യുന്ന സിനിമ 4K-ലും 2K-ലും ഒക്കെയാണ് പല തിയേറ്ററുകളിലും പ്രൊജക്ട് ചെയ്യപ്പെടുന്നത്. അത് തന്നെ നമുക്ക് മാനസികമായിട്ട് വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. ഞാനൊരു സാധനം ഉപയോഗിക്കുന്ന സമയത്ത് അതിന്റെ ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ ഉപയോഗിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുക. ആ ക്വാളിറ്റി അല്ലാതെ ഒരു ലോ ക്വാളിറ്റി സാധനം ഉപയോഗിക്കേണ്ട ആവശ്യകത എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. അപ്പോൾ ഞാൻ ഒരു പോയിന്റ് കഴിഞ്ഞു, നമുക്കിതിനെപ്പറ്റി അവയർനെസ് ഇല്ലാത്ത സമയത്ത് ചെയ്യുന്ന തെറ്റിനേക്കാൾ
ഭീകരമാണ് വിദ്യാഭ്യാസം ഉണ്ടായതിനു ശേഷം നമ്മളത് റിപ്പീറ്റ് ചെയ്യാൻ പറയാം. പൈറസി മോഷണവും പൈറേറ്റഡ് കോപ്പികൾ കാണുന്നത് മോഷണത്തിൽ ഉപയോഗിക്കുകയാണെന്നുള്ള അവയർനെസ് ആളുകൾക്ക് ഇതിനോടകം തന്നെ ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ അങ്ങനത്തെ അല്ലേ, സംശയമൊന്നുമില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ളൊരു സാധനം ഉപയോഗിക്കില്ല, മോഷണം മുതൽ ഉപയോഗിക്കില്ല എന്ന് പ്രേക്ഷകർ തീരുമാനിക്കുന്ന അന്ന് സ്വിച്ച് ഇട്ട പോലെ ഇത് നിൽക്കും. കാര്യം എന്താ വെച്ചാൽ ഇതാരും ഉപയോഗിക്കുന്നില്ല, പിന്നെ എന്തിനാണ് പൈറസി? അതാണ് അതിനൊരു ഒരേയൊരു സൊല്യൂഷൻ എന്ന് തോന്നുന്നു. കാരണം തന്നെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. എത്രത്തോളം എഫേർട്ട് എടുക്കുന്നത് അത് നോക്കി പറ്റില്ല എന്ന് വിചാരിച്ച് പല കാര്യങ്ങളും അച്ചീവ് ചെയ്യാൻ പറ്റും. ഇതിന്റെ പ്രൊമോഷൻ ഇന്റർവ്യൂ മുതൽ ഇതിന്റെ അല്ല പ്രൊമോഷൻ ഇന്റർവ്യൂ മുതൽ ഇപ്പൊ ഈ പ്രസ് മീറ്റ് വരെ ഇതിന്റെ ഭാഗമായിട്ടുള്ള തൃശ്ശാമിനെ എവിടെയും കാണുന്നില്ല, എല്ലാവരും ചോദിക്കുന്നത് അതാണ്. പുള്ളിക്കാരി ഇപ്പോൾ നമ്മൾ പ്രൊമോഷൻസ് ഒക്കെ പ്ലാൻ ചെയ്ത് വെച്ചായിരുന്നു. ആ സമയത്താണ് പുള്ളിക്കാരിക്ക് ഒരു പേഴ്സണൽ ലോസ് ഉണ്ടായിരുന്നു. പുള്ളിക്കാരിയിലൂടെ 10-12 വർഷമായിട്ടുള്ള പുള്ളിക്കാരി അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു നായ്ക്കുട്ടി. ആ നായ്ക്കുട്ടിയുടെ മരണത്തിന് ശേഷം കുറച്ച് ദിവസം, നായ്ക്കുട്ടിയല്ല അവരുടെ പെറ്റിന്റെ മരണത്തിന് ശേഷം കുറച്ച് ദിവസം സിനിമയിൽ നിന്നും ബ്രേക്ക് എടുക്കുകയാണെന്നുള്ള ക്ലാരിഫിക്കേഷൻ പുള്ളിക്കാരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഈ പോസ്റ്റ് റിലീസ് നമുക്ക് 5-ാം തീയതി തൊട്ട് പ്രൊമോഷൻ വരാം എന്നുള്ള ഇൻഫർമേഷനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അത് എനിക്ക് തീർച്ചയായിട്ടും ഒരു പെറ്റലർ എന്നുള്ള നിലയ്ക്ക് എനിക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അത് ദൗർഭാഗ്യകരമായ പോലെ ഈ സിനിമയുടെ പ്രൊമോഷന്റെ സമയത്തായി പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതല്ലാതെ നോക്കുന്ന സമയത്ത് അത് അനുഭവിച്ചിട്ടുള്ളവർക്ക് അറിയാം, വർഷങ്ങളോളം കൂടെ ഉണ്ടായിരുന്ന ഒരു പെറ്റ് ഇല്ലാതാകുമ്പോഴൊരു വിഷമം. അതുകാരണം നമുക്ക് ആ സമയത്ത് അത് പറ്റില്ല, നമുക്ക് സിനിമയുടെ പ്രൊമോഷൻ വന്നേ പറ്റും എന്നുള്ള രീതിയിൽ വാശി പിടിക്കാൻ ഞാൻ കൂട്ടുന്നില്ല. അർച്ചന ഇപ്പൊ കുറച്ചും പറഞ്ഞ പോലെ 10 വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് വരുന്നത്. 10 വർഷത്തെ ഗ്യാപ്പിന് ശേഷം ചെയ്യുന്നൊരു ചിത്രം, ചെയ്യുന്ന കഥാപാത്രത്തോളം ഡെപ്ത് ഉണ്ടായിരിക്കും. ഈ സ്റ്റോറി ക്യാച്ച് ചെയ്ത ഒരു എലമെന്റ് എന്താണ്? ഇത്രയും ഗ്യാപ്പ് ചെയ്തൊരു സിനിമ വരുമ്പോൾ ഇതിന്റെ കംബാക്ക് ആണെന്ന് തോന്നിക്കാറുള്ളത്? Set, the whole story was the reason why I joined. പിന്നെ ഞാൻ ഇതിലൊരു ചെറിയ ക്യാരക്ടറാണ് പ്ലേ ചെയ്യുന്നത്. പക്ഷെ ഞാൻ അഖിലിനെ ആദ്യമായിട്ട് മീറ്റ് ചെയ്തപ്പോൾ തന്നെ അഖിൽ പറഞ്ഞു, ഞാൻ ക്യാരക്ടറിനെ കുറിച്ച് പറയുന്നത് ഞാൻ ഫുൾ സ്ക്രിപ്റ്റ് വായിച്ച് കേൾപ്പിക്കുകയാണ്. And he gives that respect to each and every artist who's joined. അതുപോലെ തന്നെ ഞാൻ പ്രോജക്റ്റ് ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ Devika did whatever my attempts were, they were all very supportive. പിന്നെ ഇത് ഈ പടത്തിന് വേറൊരു സ്പെഷ്യാലിറ്റി കൂടെ ഉണ്ട്. ഞാൻ ആദ്യമായിട്ട് ഡബ് ചെയ്ത പടമാണ്. ഇത്രയും വർഷമായെങ്കിലും എൻ്റെ വോയിസ് ഒരിക്കലും യൂസ് ചെയ്തിട്ടില്ല എൻ്റെ ഒരു ക്യാരക്ടറിന് വേണ്ടി. അപ്പം ആദ്യമായിട്ട് ദേവികയ്ക്ക് വേണ്ടിയാണ് ഞാൻ എൻ്റെ വോയിസ് യൂസ് ചെയ്തത്. അതും അഗൈൻ ഈ 2 ഡയറക്ടേഴ്സ് പറഞ്ഞിട്ടാണ്. സോ ഇറ്റ് വാസ് മോർ like you can do it, let's do it. So it was more very friendly collaboration. I like the energy. എല്ലാവരും നമുക്ക് ചോദ്യം ചോദിക്കാം. ഞാൻ 10 വർഷം മുമ്പ് എന്താ സീൻ എന്ന് ചോദിക്കുമ്പം ഇല്ല വിളിക്കാമെന്ന് പറയുമായിരുന്നു ചെയ്തോണ്ടിരുന്നത്. ഇപ്പൊ എന്നോട് ചേച്ചി നമുക്ക് അപ്പൊ ആ ഒരു വ്യത്യാസവും വന്നിട്ടുണ്ട്. സോ ഐ ക്യാൻ ആസ്ക് them because they're almost my age, how can we change the scene, what can we do? So there is that kind of stop it friendship that we have in the team. So എനിക്ക് എല്ലാ രീതിയിലും ഇത് ഒരു win-win ആയിരുന്നു. എന്തുകൊണ്ടാണ് ഇത്ര ഒരു ഗ്യാപ്പ് എടുത്തത്? കാരണം 2013 വിളിച്ചില്ലടോ, അത്രേ ഉള്ളൂ. ഇൻഡസ്ട്രി പറഞ്ഞു അല്ലല്ല, കാരണം വേറെ ഒന്നല്ല, 2013 ഒരു സെറ്റ് പടങ്ങൾ ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് വന്നോട്ടുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. 2013 അടുപ്പിച്ച് വന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് ഞാൻ വിവാഹം കഴിച്ചു, പിന്നെ ഒരു ഡിവോഴ്സ് നടന്നു, പിന്നെ ഒരു ഡിപ്രഷൻ നടന്നു, പിന്നെ അതിൽ നിന്ന് റിക്കവർ ചെയ്തു, പിന്നെ ഈ പടം ചെയ്തു. അപ്പം ഒരു 10 വർഷം എടുക്കൂലോ. കറക്റ്റ് ടൈമിലാണ്.
ഇനി അങ്ങോട്ട് ഉണ്ടാവുമല്ലോ അല്ലേ? അത് നിങ്ങൾ ഇവരോട് അഖില ഇനി ഉണ്ടാവോ? ഈ സോൾജേഴ്സിന്റെ സ്റ്റോറീസൊക്കെ മിലിറ്ററി കമാൻഡോ NSG അങ്ങനെ പല ഓൾറെഡി എല്ലാവരും ഇൻട്രൊഡ്യൂസ് ആണ്. ഈ സ്കൈ മാർഷൽ പോലത്തെ ഒരു ക്യാരക്ടർ ഇതുവരെ തമിഴിലായാലും അങ്ങനെ പെട്ടെന്ന് പടങ്ങളൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ക്യാരക്ടറിലേക്ക് ടോവിനോനെ ഫേസ് ചെയ്യുന്നത്? എങ്ങനെ സാധിക്കും? അല്ല, 7th കഴിഞ്ഞ് ഇത്ര ഗ്യാപ്പ് എടുത്തതിനാണ് അഖിൽ പടം ചെയ്തത്. ടോവിനെ തന്നെ ഫേസ് ചെയ്യുന്ന ആ ഒരു കെമിസ്ട്രി എങ്ങനെയാണ്? ഒന്നുമില്ല, സെവൻത്തിലേക്ക് ടോവി തീർച്ചയായിട്ടും ടോവിയുടെ ഒരു 4ാമത്തെ സിനിമയായിരുന്നു. അത് സ്വാഭാവികമായിട്ട് ടോവി ജോയിൻ ചെയ്തു. അതിനുശേഷം ഫോറൻസിക് പോലെ സിനിമ ചെയ്യുന്ന സമയത്ത് ടോവി അന്ന് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമകൾ നായകനായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ടോവിയുടെ സബ്ജക്ട് പറയുകയും ടോവിക്ക് സബ്ജക്ട് ഇഷ്ടപ്പെടുകയും പിന്നെ ഞങ്ങൾ പറയുന്ന ചില സാധനങ്ങളൊക്കെ ടോവിക്ക് പെട്ടെന്ന് കണക്ട് ആവാറുണ്ട്. മനസ്സിലാക്കാൻ ഞാൻ പറയുന്നത് WDNA അല്ലെങ്കിൽ ഫോറൻസിക്കിനെ ബേസ് ചെയ്ത് സിനിമ ചെയ്യാം. ഇപ്പം തൊട്ടുമുമ്പ് പറഞ്ഞ പോലെ ചില എലമെന്റുകളൊക്കെ പറയുമ്പോൾ ടോവിക്ക് അത് പെട്ടെന്ന് അതിന്റെ സാധ്യത എന്താണെന്ന് മനസ്സിലാവുകയും അല്ലെങ്കിൽ അത്രയും ഇപ്പൊ നമ്മളിപ്പോ ഇത് പല സാധനങ്ങൾ നമ്മൾ പുതിയതായിട്ട് അറ്റൻഡ് ചെയ്യുന്നു ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പൊ അതൊക്കെ പറയുന്ന സമയത്ത് ഇനീഷ്യൽ ഐഡിയ കേൾക്കുമ്പോൾ തന്നെ ഭയങ്കരധികം ഫുള്ളി അതിലിനായി ഇപ്പം ആക്ഷൻ സീനുകളൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ അതിന് വേണ്ടി എഫേർട്ട് എടുക്കാന്നൊക്കെ പറയുന്ന ഒരാൾ നമ്മുടെ സുഹൃത്തായിട്ടും സൂപ്പർ സ്റ്റാറായിട്ടും ആക്ടറായിട്ടൊക്കെ ഉള്ള സമയത്ത് ഒഫ്കോഴ്സ് നമ്മൾ അയാളോട് ആദ്യം പറയാ എന്ന് പറയുന്നതാണല്ലോ ഏതൊരാളുടെ ഒബ്വിയസ് ആയിട്ടുള്ള ചോയ്സ്. അപ്പൊ അതുകൊണ്ടാണ് ടോവിയോട് പറയുന്നത്. അപ്പൊ ടോവിക്ക് ആ സബ്ജക്റ്റുകൾ വർക്കാവുന്നതും ടോവി ആ സിനിമയുടെ ഭാഗമായി എന്ന് പറയുന്ന വളരെ സ്വാഭാവികമായ പ്രോസസ്സാണ് ടോവി ഈ 3 സിനിമയുടെ ഭാഗമായതിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ളത്. ഈ ഷൂട്ടിങ്ങിന് ഇത്ര ദിവസം എടുത്തു മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്ത് ഒരുപാട് ടൈം എടുത്തത് അവസാനത്തെ ക്ലൈമാക്സ് പോർഷൻ വേണ്ടിയായിരുന്നു. അല്ല, നമ്മൾ അവസാന ക്ലൈമാക്സ് നമ്മൾ 15 ദിവസം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിന് മുമ്പുള്ള പാസഞ്ചർ ഫ്ലൈറ്റിലെ സീക്വൻസ് ഷൂട്ട് ചെയ്യാൻ ഓൾമോസ്റ്റ് 15 ദിവസം. അത് ഓൾമോസ്റ്റ് ഒരു മാസത്തോളം നമ്മൾ ഫ്ലൈറ്റ് പ്രൈവറ്റ് ജെറ്റിന്റെ പോർഷൻസ് നമ്മൾ തൃശ്ശൂരാണ് ഷൂട്ട് ചെയ്തത്. പിന്നെ നമ്മൾ കാർച്ചയെ ഷൂട്ട് ചെയ്ത് രാജസ്ഥാനിലാണ്. അത് ഷൂട്ട് ചെയ്യാൻ ഓൾമോസ്റ്റ് 10 ഡേയ്സോളം. കാരണം അതിനകത്ത് പലപ്പോഴും ടണലുകളും അങ്ങനെ കുറച്ചധികം റോഡുകളൊക്കെ കണ്ടിന്യൂസ്ലി ബ്ലോക്ക് ചെയ്തൊക്കെ ഷൂട്ട് ചെയ്യേണ്ട പോർഷൻസ് ഉണ്ടായിരുന്നു. സോ അത് ഷൂട്ട് ചെയ്യാൻ നമ്മൾ ഓൾമോസ്റ്റ് എടുത്തിട്ടുണ്ട്. സോ ഓൾമോസ്റ്റ് 45 ഡേയ്സ് നമ്മൾ ഇതിൽ ആക്ഷൻ ബ്ലോക്കുകൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ഒരുപാട് കട്ട് ബാക്സും കുറച്ചധികം ഡീറ്റെയിലിങ്ങും പിന്നെ ഇപ്പം ഹാർബറിലാണെങ്കിലും ഒരു 3-4 ദിവസം മുഴുവൻ മഴയും അങ്ങനത്തെ ഉള്ള വിഷ്വലി നമ്മൾ അങ്ങനെയാണ് ആ സിനിമ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിലെ ഫയറൊക്കെ ആണെങ്കിലും നമ്മൾ ഓഫ്കോഴ്സ് CG വെച്ച് എൻഹാൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ കുറേയൊക്കെ നമ്മൾ കത്തിക്കുകയും അങ്ങനെയൊക്കെ ചെയ്ത് തന്നെയാണ് നമ്മൾ പ്രാക്ടിക്കൽ എഫക്ട്സ് ഒക്കെ ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ അത് ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ ആ ഫിലിം മേക്കിങ്ങിനും ഡീറ്റെയിലിങ്ങിനും അതിന്റെ ഒരു ഫൈൻ ട്യൂണിങ്ങിനും വേണ്ടിയിട്ട് നമ്മൾ സമയം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓഫ്കോഴ്സ് ഈ സിനിമ കാണുന്ന ആളുകൾക്ക് അറിയാം ടോവിയും തൃഷ മാമും വിനയ് സാറും ഇവരൊരു പോലീസ് ഓഫീസറും സ്കെച്ച് ആർട്ടിസ്റ്റും വിറ്റ്നസ്സുമാണ്. ഇവർ 3 പേരും തമ്മിൽ കോമ്പിനേഷനാണ് സിനിമയിലെ മേജർ സീക്വൻസിൽ ഒരു പരിധി വരെ പൊക്കോണ്ടിരുന്നത്. സോ അതൊക്കെ വരുന്ന സമയത്ത് ഇവർ 3 ആർട്ടിസ്റ്റുകളും ഒരുപോലെ അവൈലബിൾ ആവുകയും അവർ എത്ര മണിക്കൂർ വരെയാണോ നിൽക്കുന്നത്. കാരണം മലയാള സിനിമയുടെ ഒരു ഷൂട്ടിംഗ് രീതികളല്ലല്ലോ മറ്റു ലാംഗ്വേജുകളിലുള്ളത്. സോ അവർ ഇത്ര മണിക്കൂർ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്രയുമേ ആ ദിവസം ഷൂട്ട് ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ. കാരണം ഇവരുടെ കോമ്പിനേഷൻസ് ആണ് ആ പോർഷൻസ് എന്ന് പറയുന്നതുകൊണ്ട് ഒരു സിംഗിൾ ലൊക്കേഷൻ ആയതുകൊണ്ട് അങ്ങനത്തെ ചില പ്രത്യേകതകൾ കൊണ്ട് കൂടെ നമുക്ക് ഷൂട്ട് ഓൾമോസ്റ്റ് 131 ദിവസം. പക്ഷെ എന്നാലും അത് നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് സിനിമയിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഈ പടം ഷൂട്ട് ചെയ്യുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നു പോയതാണ്. അപ്പൊ അതിൽ നിന്നെല്ലാം ഇന്ന് പടം 2025 ഇപ്പൊ ഇന്ന് ഫസ്റ്റ് മലയാളത്തിൽ നിന്ന് റിലീസായ ഫിലിമാണ്. ഇന്ന് പടം കാണാൻ ഫാമിലി മൊത്തം ഉണ്ടായിരുന്നു. ഇപ്പൊ പാരന്റ്സ് ആണെങ്കിലും കുട്ടികളും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെയൊക്കെ ഒരു റിയാക്ഷൻ എങ്ങനെയായിരുന്നു? അതേപോലെ എത്രത്തോളം സ്പെഷ്യലാണ് ഐഡന്റിറ്റി? തീർച്ചയായിട്ടും ഐഡന്റിറ്റി കാണാനായിട്ട് ഐഡന്റിറ്റി അല്ല എല്ലാ സിനിമകളും ഞാൻ ഫാമിലിയോടൊപ്പം ഫസ്റ്റ് തന്നെ കാണുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം. അത് പക്ഷെ ഞാൻ അവർക്ക് എന്നോട് ഇഷ്ടമുള്ള കാരണം കൊണ്ട് ഞാൻ അവരുടെ അഭിപ്രായങ്ങൾ മാത്രം എനിക്ക് റെസ്പോൺസിബിലിറ്റി എടുക്കാൻ പറ്റില്ല. എന്നോട് അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടമോ ഇഷ്ടക്കേടോ ഇല്ലാത്ത ആളുകൾ പറയുന്നതാണ് ഞാൻ പറയുന്നത് അത് മനസ്സിലേക്ക് എടുക്കുകയും തുടർന്ന് അങ്ങോട്ട് വേണ്ട കറക്ഷൻസ് വരുത്തുകയും ചെയ്യുന്നത്. ഇവരുടെ കൂടെ സിനിമ കാണുക എന്ന് പറയുന്നത് എൻ്റെ ഭയങ്കരമായിട്ടുള്ളൊരു സന്തോഷമാണ്. പിന്നെ അഖിലും അനസും പലതവണ വീട്ടിലേക്ക് വരികയും സാറും ഫ്രണ്ട്സും വീട്ടിലേക്ക് വരികയും ഇവർക്കൊക്കെ വീട്ടുകാരും ഒക്കെ അടുപ്പമുള്ള ഞങ്ങൾ കള ചെയ്യുന്ന സമയത്താണെങ്കിൽ അഖിലും ലോഹിത്തും അതുപോലെ ചമനും ഒക്കെ എൻ്റെ വീട്ടിലൊക്കെ വന്നിട്ടുള്ള ആൾക്കാരാണ്. ഞങ്ങൾ ഫാമിലിയായിട്ടും അടുപ്പമുള്ള ആൾക്കാരാണ്. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും എല്ലാവരും കൂടെ സിനിമയുടെ ക്രൂവും എൻ്റെ ഫാമിലിയും എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഇവരുടെ
സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ARM ആണെങ്കിലും പടം എടുക്കുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ അത് പടം ഇറങ്ങി വലിയൊരു സക്സസ് ആയി. ഈ പടത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ പടം ഇറങ്ങി നല്ലൊരു അഭിപ്രായം വരുന്നുണ്ട്. അതായത് പ്രശ്നങ്ങൾ ഉണ്ടാവും. നമ്മൾ വളരെ അംബീഷ്യസ് ആയിട്ടുള്ള സിനിമകൾ നമ്മളെ ഇൻഡസ്ട്രിയിൽ നിന്ന് നമ്മൾ ശ്രമിക്കുന്ന സമയത്ത് പ്രശ്നങ്ങളുണ്ടാവും. അതിലേക്ക് അതിജീവിച്ച സിനിമകൾ തിയേറ്ററിലേക്ക് എത്തുന്നത് തന്നെ ആണ് നമ്മളുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. നമ്മൾ ആഗ്രഹിച്ച പോലെ ഒരു സിനിമ കംപ്ലീറ്റ് ചെയ്ത് തിയേറ്ററിലേക്ക് എത്തിക്കാൻ പറ്റുക എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും വലിയ വിജയമായിട്ട് കണക്കാക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ടുള്ളത് പ്രേക്ഷകരുടെ റെസ്പോൺസ് തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ നമുക്കതങ്ങനെ തിയേറ്ററിലേക്ക് എത്തിക്കാൻ പറ്റുകയും പ്രേക്ഷകരുടെ റെസ്പോൺസ് നമുക്ക് പോസിറ്റീവായിട്ട് വരികയും ചെയ്യുമ്പോൾ നമുക്ക് ആ ഷൂട്ടിങ്ങിന്റെ സമയത്തോ അല്ലെങ്കിൽ അതിന് മുമ്പോ അതിന് ശേഷം പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്തോ ഒക്കെ നമ്മൾ എന്തിനൊക്കെ തരണം ചെയ്തു അതെല്ലാം നിഷ്പ്രഭമായി പോകും. കാര്യം നമുക്കതൊന്നും ഒരു പ്രശ്നമേ അല്ലാതായി പോകും. എന്തെങ്കിലും സിനിമ നന്നായോ പെർഫോമൻസ് നന്നായോ സിനിമ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ, നമ്മുടെ പെർഫോമൻസ് അപ്രിസിയേഷൻ കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റിനും അപ്രിസിയേഷൻ കിട്ടുന്നുണ്ടോ എന്നുള്ളത് മാത്രമായിരിക്കും നമുക്ക് സിനിമ ഇറങ്ങി കഴിയുമ്പോൾ ഉണ്ടാകുന്നത്. അതിനുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം നമ്മൾ മറന്നു പോകും. അതിരുന്ന എല്ലാ സിനിമയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ അതേപോലെ സിനിമയിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, സിനിമയിൽ ഓവർ ദ ടോപ്പ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ക്യാമറയാണ്. സോ DOP എത്രത്തോളം ഓവർ ദ ടോപ്പ് എന്ന് പറയുമ്പോൾ നല്ല അർത്ഥത്തിലും ഉള്ളതിൽ ഏറ്റവും അടിപൊളിയായിട്ട് എത്രത്തോളം കഷ്ടപ്പെട്ടു. ഇതിനു മുന്നേ ഞാൻ ചെയ്ത പടം 2018. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതായിരുന്നു കുറച്ചും കൂടി ടഫ്. 2018 നമുക്ക് ഈ പറഞ്ഞൊരു ടാങ്ക് ഉണ്ട്, വെള്ളമുണ്ട്, വെള്ളത്തിൽ കിടന്ന് ഷൂട്ട് ഭയങ്കര സത്യം പറഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ്. ഇതിനകത്ത് പറഞ്ഞാൽ ഭയങ്കര ഹാർഡ് വർക്ക്. ഈ റോഡ് അന്ന് ടെമ്പറേച്ചറിൽ ഷൂട്ട് ചെയ്യുന്നു. അത്യാവശ്യം കുറേ ഷോട്ട്സ് ഹാൻഡിൽഡ് ആണ്. അത്യാവശ്യം അനമോർഫിന്റെ ഷൂട്ട് ചെയ്ത് നല്ല വെയിറ്റുള്ള ക്യാമറ. ടോവി എപ്പോഴെല്ലാം ഇട്ടുള്ളൂ പറയാറുണ്ട്, മടിയെന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ടഫായിരുന്നു ഇതിന്റെ ഷൂട്ട്. ആക്ച്വലി പണിയാണ്, പക്ഷെ ഭയങ്കര പണിയെടുക്കും അവൻ പോലും അറിയാതെ. സിനിമ ഷൂട്ടിങ്ങിന് വരുന്നത് എന്നെ കൊണ്ടൊന്നും പറ്റൂല. ഈ സന്ദർഭത്തിന് തുളത്തെടുത്ത് വെച്ച് ഷോട്ട് റെഡി എന്ന് പറയുന്നത് മടി നമ്മുടെ മനസ്സിൽ മാത്രമേ ഉള്ളൂ, പ്രവർത്തിയില്ല. അങ്ങനെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. മടിയുള്ളതാണ്, എനിക്ക് ബേസിക്കുള്ളതാണ്. എന്റെ വൈഫ് എല്ലാവരും വീട്ടിലെല്ലാവരും പറയുന്നത് അത് തന്നെയാണ്. പക്ഷെ ഷൂട്ട് ചെയ്യാൻ ഇറങ്ങുമ്പോൾ എനിക്ക് അത് അങ്ങനെ തോന്നാറില്ല. കാരണം അത്യാവശ്യം എൻജോയ് ചെയ്ത് തന്നെയാണ് ഞാനെല്ലാം വർക്ക് ചെയ്യാറുള്ളത്. ഈ ഐഡന്റിറ്റി ഇത്ര ടഫാണെങ്കിലും അത്യാവശ്യം നന്നായി എൻജോയ് ചെയ്തിട്ടുണ്ട്. കുറച്ചധികം ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു, പല ക്ലൈമാറ്റിക് കണ്ടീഷൻസിൽ ഷൂട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ ഉള്ളൊരു അത്യാവശ്യം ടയേർഡായി പോയിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷെ ഇതിന്റെയൊക്കെ റിസൾട്ട് കാണുമ്പോൾ ഹാപ്പി ആവുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. ടോവിനോ, പ്രോമിസിംഗ് ആയിട്ടുള്ള ആക്ടേഴ്സിൻ്റെ ഒരു എണ്ണം എടുക്കുവാണെങ്കിൽ അതിൽ ടോപ്പ് 10 താങ്കൾ ഒരാളാണ്. അപ്പോൾ വന്ന വഴി ഒരിക്കലും ഒരുപാട് കഷ്ടപ്പെട്ടുകൾ വന്നതാണ്. പക്ഷേ ഇന്ന് നിൽക്കുന്ന ഈ പോയിന്റ് നോക്കുമ്പോൾ എപ്പോഴെങ്കിലും ഒരു പോയിന്റ് റിഗ്രറ്റ് തോന്നിയിട്ടുണ്ടോ? എനിക്ക് റിഗ്രറ്റുകൾ ഉണ്ടാവാറില്ല. ഞാൻ വിജയങ്ങളാണെങ്കിലും പരാജയങ്ങളാണെങ്കിലും ഒക്കെ അതിൻ്റെയൊക്കെ തുടക്കം എൻ്റെ തന്നെ തീരുമാനങ്ങൾ തന്നെ ആയിരുന്ന കാരണം കൊണ്ട് ഞാൻ എൻ്റെ സിനിമകൾ വിജയമാണെങ്കിലും പരാജയമാണെങ്കിലും ഗംഭീര വിജയമാണെങ്കിലും ഗംഭീര പരാജയമാണെങ്കിലും ഒക്കെ ഞാനതിനെ വളരെ ഇമോഷണലായിട്ട് തന്നെയാണ് ഞാൻ എല്ലാത്തിലും അപ്രോച്ച് ചെയ്യുന്നത്. സിനിമകളാണെങ്കിലും അതിൻ്റെ റിസൾട്ടിനെയും ഒക്കെ. പക്ഷെ എനിക്കിതുവരെ അങ്ങനെ റിഗ്രറ്റ് തോന്നിയിട്ടില്ല. ഞാൻ എൻ്റെ ചെറുപ്പം മുതലേ ആഗ്രഹിച്ചാണ് സിനിമയിൽ അഭിനയിക്കണമെന്ന്. ആ ആഗ്രഹം തന്നെയാണ് പിന്നീട് എൻ്റെ സ്വപ്നമായി മാറിയിട്ടുള്ളത്. ആ സ്വപ്നമാണ് ഞാനിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സ്വപ്നം ഞാൻ ജീവിക്കുന്നിടത്തോളം കാലം അതിൻ്റെ കൂടെ വരുന്ന എല്ലാ കാര്യങ്ങളെയും ഞാൻ ആ സ്വപ്നത്തിന്റെ ഭാഗമായി ഉൾക്കൊണ്ട് അതിന്റെ എന്താ പറയാ അത് എന്താ പറയാ നമ്മൾ അങ്ങനെയാണ് അതിനെ കാണുന്നത്. അല്ലാതെ നമുക്ക് ഞാനൊരു കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞ ഒരു കാര്യത്തിനെ പറ്റിയിട്ട് ഞാൻ റിഗ്രറ്റ് ചെയ്യാറില്ല. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് നന്നായില്ലെങ്കിൽ പോലും ഞാൻ ചിന്തിക്കുന്നത് അടുത്ത തവണ അതെങ്കിലും നന്നായി ചെയ്യാം എന്നുള്ളതാണ്. അല്ലാതെ ഇത് ചെയ്തു പോയല്ലോ എന്നാലോചിച്ച് ഞാൻ അതിനെ എനിക്ക് ഒരു സിനിമയുടെ കാര്യത്തിലും പൊതുവെ എനിക്ക് റിഗ്രറ്റുകളില്ല. ரொம்ப என்ஜாய் பண்ணேன், ஃபுல் என்ஜாய் பண்ணேன். அவ்வளோ என்ஜாய் பண்ணேன். நான் டிஓபியை கம்ப்ளைண்ட் பண்ணுங்க. நான் த்ரிஷூட்டை ஷூட் பண்ணும்போது நம்ம டீமுக்கு ஒரு பார்ட்டி வச்சுருக்கோம். எல்லாரும் ப்ரொடியூசர், டைரக்டர், டோவி, நான். ஸோ நம்ம ஃப்ரெண்டிங்க நமக்கு கம்ப்ளைண்ட் பண்ணுங்க. நான் கேமரா ரெடி வச்சிருக்கேன், ஆனால் நீ அப்புறம் டோவி அங்கே ஜாலியாக பேசிட்டு இருக்கீங்க, ஃப்ரெண்ட்லியாக இருக்கீங்க. பட் ஐ ரியலி என்ஜாய் திஸ் மூவி. We started என்னோட ஷூட்டிங் அக்டோபர் 2023 ஸ்டார்ட் ஆச்சு. அண்ட் இந்த வருஷம் ஐ திங்க் ஜூன்ல என்னோட போர்ஷன்ஸ் முடிஞ்சிருக்கு. ஸோ இட்ஸ் அ லாங் ப்ராஜெக்ட் ஃபார் மீ. அண்ட் இந்த டீம் எனக்கு ஒரு ஃபேமிலி மாதிரி தான்.
ரொம்ப என்ஜாய் பண்ணேன். ஐ திங்க் ஐ வாஸ் ஒன்லி அவுட் சைடர். நான் அப்புறம் ட்ரிஷா இந்த படத்தில் அவுட் சைடர், எல்லாரும் ஃபாரன்சிக்கில் ஆல்ரெடி ஒரு டீமாக இருந்தாங்க. பட் தே வெல்கம் அஸ் ரியலி வெல். அண்ட் ரெண்டாவது நம்ம வேலையில் நீங்கள் பார்த்தேன்னா எனக்கு இன்னும் தெரிஞ்சது இந்த மாதிரி படங்கள் இன்னும் வரைக்கும் மலையாளம்ல யாருமே எடுக்கல. இந்த காம்ப்ளிகேட்டட் இவ்வளோ ஃப்ளைட் டீட்டெயில்ஸு. ஸோ நமக்கு அது டார்கெட் சப்மிட் பண்ணுறது இருந்துச்சு, பப்ளிக்காக அவ்வளோ எஃபெக்ட்ஸ் கொடுக்குறது இருந்துச்சு. ஸோ it was just an amazing experience. And I felt really bad. Now in the Colombo, I felt really bad because they were all really nice to me, and I really enjoyed this work. Neenika padam paakumbodhu I really want to give, apart from Toby, Archana, and Gopika and the rest of the crew, the cast, congratulations to the directors Anas and Akhil George and Anis Narodigal and Jakes Vijay. Really, they carried this movie really well. Started for a நல்ல quality, or international quality level of படம் கொடுத்திருக்காங்க. So I enjoyed that totally. Thank you. Tovino? Oh, fantastic actor. See, என்னோட careerல people don't realize. I remember Mamuka was saying once, it is so true, that acting is reacting. And I always, என்னோட நீங்க கேட்டேன்னா நான் ஆக்டிங் பண்ணும்போது I always jump off the other actor. அண்ட் எனக்கு நான் டொவி மீட்டே பண்ணல. இந்த படம் நான் ஸ்டோரி கேட்கும்போது சென்னையில் கேட்டுட்டு உடனே நான் டொவினுக்கு ஃபோன் அடிச்சுட்டு நான் சொன்னேன், என்ன இருந்தாலும் இந்த படம் நான் பண்ணுறேன். ஆனால் செட்டுக்குள்ளே வந்த அப்புறம் இவ்வளோ பண்ணியிருக்கோம்னு எனக்கு தெரியல. I love this company. He really took care of me. He's a great host. And apart from the work, he made it எனக்கு அவ்வளோ கம்ஃபர்டபுளாக வச்சுருந்தாங்க. நான் ரெண்டாவது தடவை நான் திரிசூர் போகிறேன், ட்ரிவாண்ட்ரம் ஃபர்ஸ்ட் டைம் போகிறேன். And அங்கே ஷூட்டிங் எல்லாம் பண்ணும்போது he was a great host, a really good artist, and I just followed his lead. அவர் கூட and Trisha already ஒரு படம் பண்ணிருக்கேன் அவர் கூட. So it was like a comfort factor இருந்துச்சு. And not just like Toby was really great throughout the movie, very comfortable to work. எனக்கு ஒரு I don't have to have this cinema politics or shyness. அவர் கூட என்ன வேணாலும் எனக்கு பேச முடியும், ஒன்றும் கேரள. நான் நினைக்கிறேன் நாங்கள் நிறைய ப்ராங்க்ஸ் ப்ளே பண்ணோம் செட்டில். ஸோ பாவம் Akhil George, Akhil Paul, ரொம்ப நமக்கு டார்ச்சர் பண்ண செட்டுக்கு. பட் we enjoyed ourselves completely. ஃபைனல் கிளைமேக்ஸ் ஃபைட்டும் த்ரிஷூரில் ஒரு 14 days அந்த கிளைமேக்ஸ் ஃபைட் இருந்துச்சு. அண்ட் யானிக் போய் மாஸ்டர் பண்ணாங்க. இட் வெரி காம்ப்ளிகேட்டட் அந்த ஃபைட் எல்லாம் பண்ணுறது அண்ட் பெயின்ஃபுல் விச்சவே. ஆனால் நமக்கு தெரியல, அவ்வளோ ஜாலியாக இருந்துச்சு. சார் என் ஃபோன் பார்த்தேன்னா உங்களுக்கு தெரியும் எவ்வளோ ஜாலியாக இருந்துச்சு. எல்லாரோட ஃபோட்டோஸ் இருக்குது, எல்லாம் கிண்டல் பண்ணாங்க. ஸோ இட் வாஸ் கிரேட் மெமரிஸ். So it's great to start 2025 with the product கூட. Thank you. വിനയ് സാർ, നോർമലി ഒരു സിനിമ ഇവിടെ ആഡ് ചെയ്യാനുള്ളത് ഇപ്പൊ ഇതിനകത്തുള്ള ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്ന പോലത്തെ ക്യാരക്ടർ അല്ല. അതായിരിക്കും ഞങ്ങൾ കുറേ ഇതിനെ പറ്റിയിട്ട് ഞങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ സിനിമയുടെ ഷൂട്ട് തുടങ്ങിയ ഒരു പോയിന്റ് കഴിയുമ്പോൾ ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായി. അപ്പോൾ എനിക്ക് ഒരു സീൻ ചെയ്യുന്ന സമയത്ത് എനിക്കതിനെ എങ്ങനെ മോഡുലേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ആ സീൻ മുന്നോട്ട് പോവുക എന്നുള്ള കാര്യത്തിലേക്ക്. അപ്പം അന്ന് എനിക്ക് വിനയസാറിന് ഷൂട്ടില്ലാത്തൊരു ദിവസമായിരുന്നു, ബാക്കിൻ്റെ ഷൂട്ടുണ്ടായിരുന്നു. അന്ന് അനസരും ഞങ്ങൾക്ക് വീട്ടിൽ വന്നു. അനസും ഞാനും വിനയസാറും കൂടെ ഇരുന്ന് അങ്ങനെയാണ് ഞാനെല്ലാം തികഞ്ഞ ഒരാളാണെന്ന് ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല. പക്ഷേ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു ആക്ടർ ആ ഒരു സീൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിന്നിട്ട് നമ്മൾ സീൻ ലൊക്കേറ്റ് ചെയ്യുന്നതിനേക്കാളും അപ്പുറം സീൻ റിഹേഴ്സ് ചെയ്യാനും എനിക്ക് എന്നെക്കാളും വളരെ സീനിയറാണ് വിനയ് സാർ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ടറാണ്. അതായത് ആസ് എ ഹ്യൂമൻ ബീയിങ് ഓൾസോ ഞാൻ പറഞ്ഞത് അതിനേക്കാളും ആസ് എൻ ആക്ടർ നമുക്ക് അദ്ദേഹം ചെയ്തിട്ടുള്ള സിനിമകളിലെ സ്വാഗും ഡയലോഗ് മോഡുലേഷൻസും മോട്ടോവും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അപ്പോൾ അത് ഞാൻ ശിഷ്യപ്പെട്ടു ഒരു സീനിന് വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞത് ഇത് എനിക്ക് ഒരു പിടിയിൽ അങ്ങനെ ചെയ്യണമെന്ന്. അങ്ങനെ പറഞ്ഞ ആ ഒരു ദിവസം വെറുതെ ഇരിക്കുമായിരുന്ന അദ്ദേഹം വരികയും ഞങ്ങളൊരു ദിവസം ഫുള്ള് ഞാനും അനസും പുള്ളിയും കൂടെ ഇരുന്ന് സീൻ റിഹേഴ്സ് ചെയ്ത് നോക്കി. ആ സീനിൽ പുള്ളി ഇല്ലാത്തൊരു സീനാണ്, എന്നിട്ടും വന്ന് ഞങ്ങൾ ഒരുമിച്ച് ഇരുന്ന് അതിനെ പ്രിപ്പയർ ആയിട്ട് വേണ്ടി എനിക്ക് അതുപോലുള്ള ആർട്ടിസ്റ്റുകൾ സുഹൃത്തുക്കൾ കിട്ടിയിട്ടുണ്ട്, പല സിനിമകളിലും കിട്ടിയിട്ടുണ്ട്. ഇത് അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് എന്തെങ്കിലും അറിയില്ലെങ്കിൽ പഠിക്കുന്ന ആരുടെ അടുത്തുള്ളത് എന്നുകൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു ആക്ടറും ഒക്കെ ആകുന്ന ഒരാൾ നമുക്ക് അങ്ങനെ ഇതിന്റെ ഇടയിൽ ചിലപ്പോൾ പുള്ളിക്ക് അത് എനിക്ക് പറ്റില്ലടോ, എനിക്ക് വേറെ പറയുന്നത് വളരെ ഈസിലി പ്രൊജക്ട് ചെയ്യാമെന്നായിരുന്നു റിക്വസ്റ്റ്.
അത് പുള്ളിയുടെ ആവശ്യം പോലെ വന്ന് ഞങ്ങളൊക്കെ റൂമിലിരുന്ന് ഞങ്ങൾ വൈകുന്നേരം വരെ പ്രാക്ടീസ് ചെയ്തിട്ടാണ് എനിക്ക് ആ സീൻ ചെയ്യാനായിട്ടുള്ള ഒരു ധൈര്യം വന്നത്. ഞാൻ എന്ന് പറയുന്ന ഒരു രീതിയിലൂടെ കേരളത്തിൽ രീതിയിലൂടെ ജനിച്ചു വളർത്തുന്ന ആളാണ്. ഞാൻ പല സിനിമകളിലും പല സീനുകളും ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് അങ്ങനത്തെ പല പേടികളും ഉണ്ടാവാറുണ്ട്. അപ്പൊ പേടികൾ ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ തരണം ചെയ്യാനായിട്ട് റിഹേഴ്സ് ചെയ്യുക, അറിയില്ലെങ്കിൽ പഠിക്കുക എന്നുള്ളത് മാത്രമേ ഒരു ഓപ്ഷൻ ഞാൻ കാണുന്നുള്ളൂ. ആ ഓപ്ഷൻ എനിക്ക് ആ സമയത്ത് തോന്നിയപ്പോൾ എൻ്റെ വിരൽത്തുമ്പത്ത് ഇവരൊക്കെ ഉണ്ടായിരുന്നത് എൻ്റെ പെർഫോമൻസ് നന്നായിട്ടുണ്ടെങ്കിൽ അത് കാരണമായിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്. അതായിപ്പം ഒരു കാലത്ത് താങ്കൾ എന്ന് പറഞ്ഞാൽ റൊമാൻറ്റിക് ഹീറോ ആയിരുന്നു. അപ്പം ഉന്നാലെ സോങ് ഇപ്പോൾ കേരളത്തിലുള്ള എല്ലാ ചെറുപ്പക്കാരുടെ മൊബൈലിൽ ഒരു റിംഗ് ടോൺ ആയിരുന്നു അത്. പിന്നെ പിന്നീട് അത് മാറിയിട്ട് ഒരു വില്ലൻ കഥ, ഒരു ആന്റഗണിസ്റ്റ് ആയിട്ട് പ്രേക്ഷകരിലേക്ക് എത്തി. പിന്നെ അത് തന്നെയായിരുന്നു കണ്ടിന്യൂ ആയിട്ട് വന്നത്. പിന്നെ ഒരു ഫാമിലി മാൻ ആയിട്ട് അല്ലെങ്കിൽ വേറൊരു കഥാപാത്രത്തിൽ എന്നാ ഞങ്ങൾക്ക് കാണാൻ പറ്റുക? அது அடுத்த டைரக்டர்ல ப்ரொடியூசர் கிட்ட எனக்கு வேலை என்னோட வேலை அந்த நம்பிக்கை கொண்டு வருது. ஸோ ஆமாம் தெரியும், ஃபர்ஸ்ட் படம் லவ் ஸ்டோரி இருந்துச்சு. பட் கெரியர் பார்த்தோன்னா நிறைய இது பண்ணிருக்கேன். லேட்லி வில்லன்னா எனக்கு நிறைய சக்ஸஸும் வந்திருக்கு. அண்ட் ஐ எம் என்ஜாயிங் இட். ஸோ ஏதாவது ஒரு நல்ல சப்ஜெக்ட் வந்ததுன்னா நான் அப்படி பார்ப்பேன். தட்ஸ் அ சேலஞ்ச் ஃபார் மீ. பட் இது மைக் கொடுக்குறதுக்கு முன்னாடி எனக்கு அகில் அண்ட் அண்ணாஸ் அண்ட் டோவிக்கு ரொம்ப நன்றி சொன்னேன். எதுக்கு சொன்னேன்னா இந்த படத்தில் முதல் தடவை எனக்கு ஸ்கிரிப்ட் இவர் கூட உட்கார்ந்து எனக்கு பேசுறது எனக்கு ஒரு வாய்ப்பு கொடுத்தாங்க. அது எனக்கு ரொம்ப பிடிச்சி போயிடுச்சு. பிகாஸ் இட்ஸ் அனதர் ஃபேசட் ஆஃப் ஃபில்ம் மேக்கிங். அது எனக்கு நம் ஷூட்டிங் பண்ணும்போது நம்மளோட வேலை தான் பார்ப்போம். அண்ட் வி ட்ரை டு ஒர்க் வித் த நெக்ஸ்ட் கொலாபரேட் த நெக்ஸ்ட் ஆக்டர், எவ்வளோ கோஆப்ரேஷன் எவ்வளோ நல்லா பண்ண முடியும். இவர் எனக்கு ஒரு வாய்ப்பு கொடுத்தாங்க. ஈவன் ஷூட்டிங் இல்லைனாலே நான் அண்ணாஸ் அப்புறம் அகில் அப்புறம் டோவி கூட உட்கார்ந்து வி பிரேக் டவுன் த ஸ்கிரிப்ட் அண்ட் ஹவு டு வி மேக் இட் பெட்டர், ஹவு வி மேக் இட் பெட்டர். And I really thank you for that. It means the world to me. ரொம்ப நன்றி. Thank you. ഇപ്പോൾ താങ്കൾ വളരെ അടുത്ത സുഹൃത്താണ് ഉണ്ണിമുന്തന്റെ ഒരു പടം റിലീസായിട്ടുണ്ട്. അത് മലയാള ഇൻഡസ്ട്രിയിലും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ കരിയറിലും മലയാളത്തിൽ നിന്ന് വരെ കാണാത്ത പീ ക്യാപ്റ്റൻ അറ്റംപ്റ്റിലാണ് മാർക്കോ റിലീസായിട്ടുള്ളത്. അത് കണ്ടിരുന്നോ? എന്തെങ്കിലും വിശ്വസ് പറഞ്ഞിരുന്നോ? എന്താണ് ഞങ്ങള് നിങ്ങൾക്ക് എത്രത്തോളം അറിയാവുന്ന അറിയില്ല, ഞങ്ങള് എല്ലാ ദിവസവും ഓണം സംസാരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഇടയ്ക്ക് ഞങ്ങള് ഇപ്പോൾ അജയന്റെ രണ്ടാമോഷണം റിലീസ് ചെയ്യുന്ന സമയത്താണെങ്കിലും ആ സമയത്ത് മാർക്കോന്റെ റിലീസിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മളെ സിനിമകൾ എങ്ങനെ കേരളത്തിന് പുറത്തേക്ക് എത്തിക്കാം എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇത് ഞാൻ പറയുന്നത് മാസങ്ങൾക്ക് മുമ്പത്തെ കാര്യമാണ്. അതുപോലെ എനിക്ക് തോന്നുന്നു ഇൻഡസ്ട്രിയിൽ നിന്ന് നമുക്ക് AR പ്രകടനെ ആദ്യം വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരാൾ ഉണ്ണിയാണ്. അതല്ലാതെയും ഇപ്പോൾ മാർക്കോ ഇറങ്ങിയിട്ട് പിറ്റേ ദിവസം ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. രാത്രി 1 മണി വരെ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. ഇപ്പൊ ഇന്നും കൂടെ വൈകുന്നേരം കുറച്ച് നേരത്തെ ഞങ്ങൾ സംസാരിച്ചുള്ളൂ. ഉണ്ണി ഈ പടത്തിന്റെ ഇന്ന് രാവിലെ തന്നെ എനിക്ക് ഇപ്പൊ ഞാൻ മാർക്കോന്റെ തലേ ദിവസവും ഞാൻ ഓൾ ദ ബെസ്റ്റ് പറഞ്ഞ് പോസ്റ്റ് ഇടുകയും രാവിലെ തന്നെ ഞാൻ ഉണ്ണിയെ വിളിച്ച് ഓൾ ദ ബെസ്റ്റ് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇന്ന് രാവിലെ ഉണ്ണി എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു ഇന്നത്തെ റിലീസിന് ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറഞ്ഞുകൊണ്ട്. അതുപോലെ എന്താ പറയാ, ഞാൻ ഏറ്റവും സന്തോഷിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഉണ്ണിയുടെ ആസ്പിറേഷൻസും ഒക്കെ എനിക്ക് നല്ല കൃത്യമായിട്ട് അറിയുന്നതാണ്. ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ഒരുപാട് തവണ. ഒരുപക്ഷെ മറ്റാരും ഇവിടെ നിന്ന് അച്ചീവ് ചെയ്തിട്ടുള്ളതിനേക്കാളും കൂടുതൽ ഔട്ട് ഓഫ് കേരള ഒരു സിനിമയെ കൂടുതൽ ട്രാവൽ ചെയ്യാനും അച്ചീവ് ചെയ്യാനായിട്ടും ഉണ്ണിക്ക് സാധിച്ചിട്ടുണ്ട്. അതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. ഞാൻ വളരെ പ്രൗഡാണ്. അതേപോലത്തെ ക്യാരക്ടറൊക്കെ ടോവിനോന്ന് പ്രതീക്ഷിക്കാമോ? ചോരയിൽ കുളിച്ച ടോവിനൊക്കെ ഞാൻ ഒരു പ്രാവശ്യം ചോരയെ കുളിച്ച് പക്ഷെ അത്ര നല്ല റെസ്പോൺസ് അല്ല എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയത്. പിന്നെ OTT വന്നപ്പോഴാണ് കേരളത്തിന് പുറത്തുനിന്നാണ് കടക്കി നല്ല റെസ്പോൺസ് കിട്ടിയത്. അന്ന് കുറച്ച് ചോരയെ കുളിച്ചതാണ്. എനിക്ക് കുളിക്കണമെങ്കിൽ കുളിക്കാം. അതിന്റെ കഥാപാത്രങ്ങൾ അങ്ങനത്തെ വരുമ്പോഴാണ്, സിനിമകൾ അങ്ങനത്തെ വരുമ്പോഴാണ് നമ്മൾ അങ്ങനെ ചെയ്യേണ്ടി വരുന്നത്. ഇപ്പൊ ആ സിനിമ ഇറങ്ങിയതിനു ശേഷം വളരെ വയലൻസ് എന്ന് പറയുന്ന ഒരു എന്താ പറയാ അഡിക്ഷൻ പോലെ ചോര കണ്ട കയറുക, അതിൽ തന്നെ ഇപ്പൊ അതിന് ഒരു ഫീൽ ഗുഡ് പടം ഇറങ്ങിയപ്പോലും വയലൻസ് ആണെങ്കിൽ കുട്ടികൾ അതിനകത്ത് കയറാനായിട്ടാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. മാർക്ക് ഇറങ്ങിയ ശേഷം കാണുന്ന ഒരു പ്രവണത സ്കൂളിലെ കുട്ടികളായാലും ശരി കോളേജിലെ വിദ്യാർത്ഥികളായാലും ശരി ആ സിനിമയാണ് പ്രിഫർ ചെയ്യുന്നത്. വയലൻസ് എന്നുള്ളൊരു എന്താ ഒരു അഡിക്ഷൻ പോലെ സിനിമ നല്ലൊരു സിനിമയാണ്. അതിന്റെ ടെക്നിക്കലി അതിന്റെ പെർഫോമൻസസും അതൊക്കെ കൊണ്ടാണ് ആ വയലൻസ് പിരിവുകളായിട്ട് തോന്നിയത്. അല്ലാതെ വയലൻസ് ഇറ്റ്സെൽഫ് അല്ല ആ സിനിമയുടെ വിജയം എന്ന് എനിക്ക് തോന്നുന്നു. ആ സിനിമ ഒരു സിനിമ എന്നുള്ള നിലയ്ക്ക് അത് നല്ലതായതുകൊണ്ടാണ് അത് വിജയിച്ചതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വയലൻസ് സിനിമയിൽ ഒന്നും നമ്മൾ ഈ കാണുന്നതൊന്നും ശരിക്കും നടക്കുന്നതല്ലല്ലോ. ഇതൊക്കെ മേക്ക് ബിലീഫാണ്.
ആ മേക്ക് ബിലീഫിൽ അത്രയും വിജയകരമായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതുകൊണ്ടാണ് അത് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ ഏത് ഇമോഷനാണെങ്കിലും ഏറ്റവും നന്നായിട്ട് ആൾക്കാരെ അത് വിശ്വസിപ്പിക്കാൻ സാധിക്കുകയാണെങ്കിൽ അതുപോലെ വിജയിക്കുമെന്നാണ് എനിക്ക്. செட்டுக்குள்ள வந்த உடனே எனக்கு புரிஞ்சு போயிடுச்சு எவ்வளோ நல்ல செட் இருக்கு. I'm not just talking about Toby or Archana or Gopika or Shamini sir or the cast. I'm talking about crew. They are all so good at their job. And the confidence இருந்துச்சு எனக்கு to do this. And ரெண்டாவது இதெல்லாம் பிளேனோட செட் எல்லாம் பண்ணும்போது the dream is so big. And final நீங்க படத்தை பார்க்குறீங்க, நான் ரியலாக பார்த்துருக்கேன் அது செட். And to do something like that was amazing in career. So இந்த படத்துல ஸ்டோரியும் பிரமாணமா இருந்துச்சு, ஆக்டிங்கும், ஐ மீன் மலையாளம் ஆக்டர்ஸ் are another level of acting and movie making. எனக்கு it's a privilege to be a part of this industry. இது என் ரெண்டாவது படம் தான். நான் வெயிட் பண்ணேன் ரொம்ப டைமுக்கு இந்த இண்டஸ்ட்ரிக்குள்ள வரதுக்கு, because I always revered மலையாளம் actors. லாஸ்ட் படம் மம்முக்கா கூடுவேன், he's a legend. And அடுத்த படம் Toby, he'll be an upcoming legend in the future. I'm telling this not because he's my friend. But having said that, no, I mean it. நான் அவர் கூட நடிச்சிருக்கேன். நான் உண்மையாக சொல்கிறேன், என் 18 வருஷத்தில் ஃப்ரெண்ட்ஸ் இருக்காங்க இண்டஸ்ட்ரியில். நான் உண்மையாக சொல்கிறேன், இதெல்லாம் நடந்தது செட்டுக்குள்ள. நான் I've been good with most 99% of the actors I work with, but I never collaborated with another actor like Toby. நான் உண்மையாக சொல்கிறேன். இதை சொன்னேன்னா in between shotல Toby அப்புறம் நம்மளோட தொழில் பற்றி நான் பேசுவேன். About our work, not fame, not that செட்டுக்குள்ள என்னதான் நம்மளோட எக்ஸ்பீரியன்ஸஸ் இருக்கு, அதோட நான் பேசுறேன். இப்போ ஃபார் எக்ஸாம்பிள் டோபி மின்னல் முரளியில் வந்திருந்தாங்க, அது ஒரு சூப்பர் ஹீரோ ஃபிலிம். நான் ஹனுமான் பண்ணிட்டு வந்தேன், அந்த படத்துல நான் வீரனா இருந்தேன். பட் வி போத் நீங்க ஃபிலிம் பத்தி தான் நான் பேசுறோம், லைக் வாட் ஆர் த டிஃபிகல்டிஸ் இன் அண்ட் சூட் எப்படி இருக்கு, நீங்க என்ன பண்ணீங்க, ஆக்ஷன் பிளாக் எப்படி இருந்துச்சு. திஸ் இஸ் ஆல் ஆர் ஒர்க். ஐ ஹவ் நாட் ஹேட் திஸ் கான்வர்சேஷன் வித் எனி அதர் ஆக்டர். அண்ட் ஐ திங்க் நம்மளோட பில்டிங் ஆஃப் அவர் ஃப்ரெண்ட்ஷிப் ஸ்டார்டட் வித் தட். ஸோ அவரோட தொழில் பற்றி என்னோட அவர் தள்ளுமலா ஃப்ரம் 2018 வாஸ் அவர் என்னெல்லாம் பண்ணாங்கன்னு ஐ வாஸ் ஸோ அமேஸ்ட். உங்களுக்கு தெரியாது, இந்த ரூமில் இந்த ஹோட்டலில் ஒரு நாள் பிரேக் இருக்கும்போது அவர் எனக்கு ஏஆர்எம் காட்டினாங்க பிஃபோர் த ரிலீஸ். நான் பார்த்தோன்னு நான் சொன்னேன், இந்த படம் சூப்பராக இருக்கும். And the same way I felt about Identity, because the script is key. The script will carry it. At the end of the day, when I watch the script. So it built on that with Toby. So I'm enjoying it over here. And this movie also, Inik Partha, I think congratulations to the crew and the cast. They've done a perfect job. And I enjoyed working with all. ചേട്ടൻ്റെ കൂടെ പടം ചെയ്തിട്ടുണ്ടെങ്കിലും കോമഡി റോളിലാണ് ചെയ്തിട്ടുണ്ടെങ്കിലും, പക്ഷേ ഈ ഒരു സിനിമയിൽ നോക്കുമ്പോൾ നമ്മളെല്ലാവരും കിട്ടി. കാരണം അത്രയും ഗംഭീരമായിട്ടാണ് ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. അപ്പം ഈ കോമ്പിനേഷൻ ചെയ്യുമ്പോൾ നേരിട്ട് കണ്ടപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? കുറേ നാളായിട്ട് ഞങ്ങൾ ഒരുമിച്ച് സിനിമ ചെയ്യുന്നതിന് മുമ്പേ ഞങ്ങൾ അതുപോലെ പരിചയപ്പെട്ടിട്ടുള്ളതാണ്. ഞങ്ങൾ സമയം ഒരുമിച്ച് സ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ്. ഈ സിനിമകൾ ചെയ്യുന്ന സമയത്താണെങ്കിൽ എനിക്ക് തോന്നുന്നു 2018 അതിലൊരു കോമഡി ക്യാരക്ടറായിട്ടല്ല പുള്ളിയുടെ ക്യാരക്ടർ. നിങ്ങളതിന് കോമ്പിനേഷൻ ഇല്ലല്ലോ. കുറച്ചൊക്കെ ഞങ്ങൾ മദാമി സാഹിബുമായിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് ആസ് എൻ ആക്ടർ എനിക്ക് മലർവാടി മാസ്റ്ററിലൊന്നും ഞാൻ തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ള സിനിമ. അവിടുന്ന് ഐഡന്റിറ്റി വരെ വരുമ്പോഴത്തേക്കും ഇത്രയും തരം ക്യാരക്ടേഴ്സ്, എനിക്ക് കൃത്യമായിട്ട് എത്ര സിനിമ അദ്ദേഹം ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ല, പക്ഷെ ഇത്രയും തരം ക്യാരക്ടേഴ്സ് ഓഫ് ലേറ്റ് ആയിട്ട് കുറേ സിനിമകളിൽ സീരിയസ് ആയിട്ടും കോമഡി ആയിട്ടും ഒക്കെ അത് ഒരു ആക്ടറിനകത്ത് ലിമിറ്റേഷൻ ഉണ്ടാകാതിരിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അങ്ങനെ പലതരം സിനിമകൾ അദ്ദേഹം ചെയ്യുന്നതും പലതരം ക്യാരക്ടേഴ്സും ചെയ്യുന്നതും ഞാൻ വളരെ ഹാപ്പിയാണ് ആസ് എ ഫ്രണ്ട്. ഞാൻ ഈ സിനിമയിലാണെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന സമയത്ത് സീനിൽ മാത്രമേ ഈ സീരിയസ്നെസ് ഉള്ളൂ. അല്ലാത്ത സമയത്ത് നമ്മളെല്ലാവരും സിനിമ സീരിയസ് ആയതുകൊണ്ട് ലൊക്കേഷനിൽ സീരിയസ് ആണെന്ന് ഞാനൊരു നിർബന്ധമില്ല. ഈ സിനിമ പ്രത്യേകിച്ച് സീരിയസ് സിനിമയാണെങ്കിൽ ലൊക്കേഷനിൽ ഭൂരിഭാഗം സമയം ഭയങ്കര ഫണ്ണായിരുന്നു. അപ്പോൾ എല്ലാ സിനിമയിലും പോലെ ഇതിലും വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അദ്ദേഹമായിട്ട് ഒരുമിച്ച് സീൻസ് ചെയ്യുന്ന സമയത്ത്. ഒരവസരം കൊടുക്കും. നീ വിചാരിച്ചതാണോ ഇത് നിന്റെ പിന്നിലുള്ള അവസരം കൊടുക്കാൻ? ഡയറക്ടർമാരോടാണ് ഇപ്പം ടോബിയുടെ സ്റ്റൈലിനെ, ഇപ്പം അദ്ദേഹത്തിന്റെ നോട്ടം, അദ്ദേഹത്തിന്റെ നടത്തം, അതൊക്കെ നല്ല രീതിയിൽ ചൂഷണം ചെയ്ത ഒരു സിനിമയായിട്ടാണ് ഞാൻ വിലയിരുത്തുന്നത്. അപ്പം അതിനൊത്ത ഒരു വില്ലനെയും കിട്ടി. അപ്പം ഈ സ്ക്രിപ്റ്റിംഗ് സമയത്തൊക്കെ തന്നെ ഇവരും തന്നെ ആയിരുന്നു മനസ്സിൽ
ടോബിയുടെ ക്യാരക്ടറിന് അങ്ങനെ ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനും അനസ്കാരൻ ടോബിയും പോണ്ടിശ്ശേരിയിൽ ഒരു 4 ദിവസം ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് നമ്മളിരിക്കുകയും അതിൽ പ്രത്യേകിച്ച് ഇപ്പം ടോബിയുടെ നടത്തമാണെങ്കിലും ടോബിയുടെ ബോഡി മൂവ്മെൻറ്റ് റെസ്ട്രിക്ഷൻ ആണെങ്കിലും ഒക്കെ അങ്ങനെ നമ്മൾ കമ്പൈൻഡ് ആയിട്ടിരുന്നു. ഈവൻ ടോബി തന്നെ അല്ലെ കുറച്ചധികം നടക്കുന്ന വീഡിയോസ് നമ്മൾ എടുക്കുകയും അതിൽ ഏത് വേണം തീരുമാനിക്കുകയും ഒക്കെ ചെയ്ത് തന്നെയാണ് നമ്മൾ ആ ക്യാരക്ടറിനെ പിടിച്ചിട്ടുള്ളത്. പക്ഷെ അപ്പം അങ്ങനെ വരുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെന്ന് പറഞ്ഞാൽ കുറേ കൂടെ സ്വാഗുള്ള കുറേ കൂടെ വേറൊരു രീതി ചെയ്യുന്ന ഒരാളാണെന്ന് അറിയുന്ന സമയത്ത് തൻ്റെ ക്യാരക്ടർ എങ്ങനെയാണോ ആ ഡിസൈനിൽ നിന്നുകൊണ്ട് ഞാൻ പറയുന്നത് വണ്ടി ഓടിക്കുമ്പോഴാണെങ്കിലും ഫൈറ്റ് ചെയ്യുമ്പോഴാണെങ്കിലും ഫ്ലൈറ്റിലൂടെ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിലും ആ കൈയുടെയും കണ്ണിൻ്റെയും ബോഡി ലാംഗ്വേജും ഒക്കെ കൃത്യമായി കൺസിസ്റ്റൻ്റ് ആയിട്ട് ടോബിനോ ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു ആക്ടറായിട്ട് വളർന്നു എന്ന് പറയുന്നത് ഭയങ്കര അതിശയവും ഭയങ്കര സന്തോഷവുമാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ സിനിമയിൽ തൃഷാമാവിൻ്റെ ക്യാരക്ടറാണെങ്കിലും വിനയ് സാറിൻ്റെ ക്യാരക്ടറാണെങ്കിലും അവർക്ക് അവരുടേതായ ഒരു പ്രത്യേക സ്വാഗും പ്രത്യേക രീതിയും ഒക്കെ ഉള്ളൊരു പരിപാടിയാണ്. അപ്പോൾ പറഞ്ഞു വന്നപ്പോൾ ഞാൻ പറയണം, തൃഷാമാവിനെ കാണാൻ കുറച്ച് ഭംഗി കൂടുതലാണെന്ന് ആരും ഒരാൾ റിവ്യൂവിൽ പറയുന്നുണ്ട്. ഞങ്ങളെന്തോ VFX ചെയ്തെന്ന് പറയണം. ഈ സിനിമയ്ക്ക് VFXന് ഒരു 1200 ഷോട്ടുണ്ട്. പക്ഷെ അതിലൊരു ഷോട്ട് പോലും തൃഷയുടെ ഷോട്ടല്ല. തൃഷയുടെ ഷോട്ടിൽ ഞങ്ങൾ VFX ചെയ്തിട്ടില്ല. അത് അവർക്ക് സ്വാഭാവികമായിട്ടുള്ള ഭംഗിയാണ്. ഞാൻ ഭയങ്കര പറഞ്ഞു തന്നു, ഭയങ്കര ക്യാഷ്വലി പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ അതുപോലെ വിനയ് സാറിന്റെ സ്വാഗും സ്റ്റൈലും എല്ലാം ഉപയോഗിക്കുന്ന ഏരിയയിൽ വിനയ് സാർ ഭയങ്കര കിടിലമായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അതൊക്കെ വിനയ് സാറും തൃഷാമാമും ഒക്കെ അങ്ങനെ നിൽക്കുമ്പോഴും ടോബിയുടെ ക്യാരക്ടറായിട്ട് തന്നെ ഇപ്പുറത്ത് നിൽക്കാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാവുകയും അത് ഞങ്ങളുടെ ഒരു തീരുമാനമായിരുന്നു. പക്ഷെ അപ്പൊ അത് സിനിമ അങ്ങനെയാണ് പ്രസന്റ് ചെയ്യുന്നത്, സിനിമ അങ്ങനെയാണ് ഞങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഇവരുടെ 3 പേരുടെയും ഇപ്പം വിനയ് സാറിന്റെ സ്റ്റൈലും തൃഷാമാമിന്റെ ചാമും ടോബിനോയുടെ ചില സട്ടിൽ ആക്ടിങ്ങും ഒക്കെ ഈ സിനിമയിലെ ക്യാരക്ടേഴ്സിന് വേണ്ടി ഇവർ കോൺട്രിബ്യൂട്ട് ചെയ്ത സാധനമാണ്. അതിനെക്കുറിച്ചൊക്കെ ഇപ്പോൾ നിങ്ങൾ സംസാരിക്കുന്ന ഈവൻ എനിക്ക് ഭയങ്കര അഭിമാനം തോന്നി. തൃഷാമാമിനെ കണ്ടാൽ വളരെയധികം VFX ചെയ്ത് അത്രയും ഭംഗിയുള്ളതാക്കി എന്ന് പറഞ്ഞപ്പോൾ അവർ ആക്ച്വലി വളരെ കുറച്ച് മേക്കപ്പ് മാത്രം ഉപയോഗിച്ച് ആ ജോർജൽ ലെൻസിലൂടെ കണ്ട സമയത്ത് അത് ക്യാമറയ്ക്ക് പോലും ചെയ്യാൻ പറ്റാത്ത അത്രയും രീതിയിലുള്ള ഒരു VFX വർക്കായി തോന്നി എന്ന് പറഞ്ഞപ്പോൾ എനിക്കത് ശരിക്കും സിനിമ കിട്ടിയ ഏറ്റവും വലിയ കോംപ്ലിമെന്റ് ആയി തോന്നി. പക്ഷെ ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ സീരിയസ് നോട്ട് പറയണം, തൃഷാമാമിന്റെ ഒരു ഷോട്ടിൽ പോലും ഈ സിനിമ VFX ഇല്ല, അല്ലാതെ വേറെ എന്തെങ്കിലും ഫൈൻ ട്യൂണിങ്ങും ഇല്ല. നോർമലി അവരെങ്ങനെയാണോ അങ്ങനെ ക്യാപ്ചർ ചെയ്ത സിനിമയാണ്. ഞാൻ പറഞ്ഞപ്പോൾ അത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. മൂവീസ് പറയുന്നതൊക്കെ കോമൺ ആയിട്ട് കാര്യമാണ്. പക്ഷെ ഇപ്പൊ ഈടായിട്ട് ആരെങ്കിലും പേഴ്സണലായിട്ട് സ്റ്റാറിനെ ടാർഗറ്റ് ചെയ്യുന്ന പോലെ റിവ്യൂ ചെയ്യുന്നതായി തോന്നിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ചർച്ച നടക്കുന്നുണ്ട്. ആരെ ടാർഗറ്റ് ചെയ്യുന്ന പോലെയാണ് തോന്നിയത്? അല്ല, അങ്ങനെ സോഷ്യൽ മീഡിയ ചർച്ച നടക്കുന്നുണ്ട്. എനിക്കറിയില്ല, സത്യമായിട്ടും എനിക്കറിയില്ല. അതാണ് ചോദിക്കുന്നത്. ഒരു ഇപ്പൊ പേശകരും അതേപോലെ തന്നെ ട്രോളിലും അതേപോലെ ഇങ്ങനെയാണ് പറയുന്നത്. അതുകൊണ്ടാണ് ചോദിച്ചത്. സീക്രട്ട് ഏജന്റ് എന്ന റിവ്യൂവർ പേഴ്സണലി ടാർഗറ്റ് ചെയ്യുന്ന പോലെ റിവ്യൂ ചെയ്യുന്ന പേശകർ അങ്ങനെ ട്രോളിലും അതേപോലെ തന്നെ പറയുന്നത് കാര്യങ്ങളൊന്നും ബാധിക്കുന്നതിനേക്കാൾ ഒരുപാട് ഉയരത്തിലാണ് ആക്ടറും സ്റ്റാറും നിൽക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പുള്ളിയുടെ പണികൃതിക്ക് ചെയ്യുന്നുണ്ട്, അതിന്റെ റിസൾട്ട് പുള്ളിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്കറിയില്ല എന്റെ വേറെ അങ്ങനെ അത്രയൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യങ്ങളുണ്ടോ. അങ്ങനെ അത് ഓരോ വ്യക്തികൾക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കും. ഇപ്പോൾ പലതരം ഭക്ഷണം ഇഷ്ടമുള്ളതുപോലെ, പലതരം വസ്ത്രങ്ങൾ ഇടാൻ ഇഷ്ടമുള്ളതുപോലെ, പലതരം പാട്ടുകൾ കേൾക്കാൻ ഇഷ്ടമുള്ളതുപോലെ എല്ലാവർക്കും ഒരേ ടേസ്റ്റ് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് പലർക്കും പലതരം ഇഷ്ടക്കുറവും ഇഷ്ടപ്പെടുതലും ഒക്കെ ഉണ്ടാവാം. അത് ഇങ്ങനെ എന്താ പറയാ, അതൊരു വ്യക്തിവൈരാഗ്യമൊക്കെ വെച്ചിട്ട് അങ്ങനെ ആൾക്കാർ പറയുന്നുണ്ടോന്നും എനിക്കറിയില്ല. പക്ഷെ അതിലുണ്ടെങ്കിൽ മോശമാണ്. പക്ഷെ ഞാൻ പറയുന്നത് അതൊക്കെ ബാധിക്കാവുന്നതിനേക്കാൾ മുകളിലാണ് പുള്ളി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പുള്ളിയുടെ സിനിമയ്ക്ക് ഇപ്പൊ കിട്ടിയിരുന്ന വിജയം അതിന്റെ എക്സാമ്പിളല്ലേ. അപ്പോ വേറെ അങ്ങനെ ആരെയൊക്കെ ടാർഗറ്റ് ചെയ്ത് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് നെഗ്ലിജിബിൾ ആണ് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. നമ്മള് പണി വൃത്തിയായിട്ട് ചെയ്യുക എന്നുള്ള അപ്പുറത്തേക്ക് ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ആൾക്കാരെ നിർബന്ധിച്ച് നല്ലത് പറയാൻ പറ്റില്ലല്ലോ. അത് ആൾക്കാർ നല്ലതൊന്നും പറയണം. പറയുന്നവർ പറയട്ടെ, അല്ലാത്തവർ മാറ്റി പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും 2025 വലിയൊരു വർഷമായി മാറട്ടെ, നല്ല സക്സസ്ഫുൾ ആവട്ടെ, ഐഡന്റിറ്റി വലിയൊരു ഐഡന്റിറ്റി ആയി മാറട്ടെ. ഇത്ര സമയം